കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് ഇങ്ങനെ സംഗമിപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. ദൈവിക പരമാധികാരമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലുള്ള നമ്മുടെ പഠന വിഷയം. അപ്പം ദൈവിക പരമാധികാരത്തിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. ആ പരമാധികാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് യേശുക്രിസ്തു ജനിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ജനിച്ചു എന്ന് പറയാനല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരമുണ്ട്. അപ്പം അതുകൊണ്ട് ആ പരമാധികാരം നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു ഉറപ്പും ധൈര്യവും ഫെയ്ത്തും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചതൊക്കെ വെറുതെ മാറ്റപ്പെടുന്നു. അപ്പം അതിനകത്ത് ഒന്ന്, ബാബിലോണിലേക്ക് മടങ്ങി വന്നു, ഒരു ചെറിയ ഗ്രാമത്തിൽ വന്നു, അവരുടെ വംശാവലിക്കകത്തത് വെളിപ്പെട്ടു. ഇതാണ് നമ്മൾ പരമാധികാരത്തിൽ പഠിച്ചത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് കർത്താവിൻ്റെ ജനനത്തോളം മുതൽ യേശുക്രിസ്തുവിൻ്റെ മറിയയുടെ സമർപ്പണമാണ്. മൂന്നാമത് നമ്മൾ പഠിച്ചതിനകത്ത് നമ്മൾ കണ്ടത് സമർപ്പണം മാത്രം പോരാ, സമർപ്പണത്തിനകത്ത് ദൈവശക്തി, ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചാലാണ് ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത്. നാലാമത് നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ പരമാധികാരവും ദൈവശക്തിയും മാത്രമല്ല, ദൈവിക അനുസരണം, യോസഫിന്റെ മേലുള്ള അനുസരണം. ഒരു വ്യക്തി ദൈവിക പരമാധികാരത്തെക്കുറിച്ച് വെളിപ്പാടുള്ള വ്യക്തിയായി മാറിയാൽ, സമർപ്പണം വന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി തുറക്കും. ദൈവം ആ കുടുംബത്തെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആരിലും ഒരാളൊക്കെ കർത്താവിനെ അറിയാത്തവരായിട്ടോ, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള വ്യക്തികൾ, തലമുറകൾ, ഭർത്താവ്, ഭാര്യയൊക്കെ ദൈവഗതം വിട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ എന്തിനു വിളിച്ചു എന്നുള്ള ബോധ്യം അവർക്കില്ലാതെ വരുമ്പോൾ, നിങ്ങൾ അതിനകത്ത് വല്ലാതെ കിടന്ന് വെപ്രാളപ്പെട്ട് തല പുകഞ്ഞ് കിടന്ന് ഓളിയിട്ട് ബഹളം വെച്ച് തല തല്ലി ചാവാതെ നിങ്ങൾ ഉറപ്പുള്ളവരായി ദൈവത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിച്ചു നിന്നാൽ ഏത് വ്യക്തിയെയും മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് കരുത്തുണ്ടെന്ന് നമ്മൾ യോസഫിന്റെ ചരിത്രത്തിൽ കൂടെ കണ്ടു. നമ്മൾ ഇനി യേശുക്രിസ്തുവിന്റെ ജനനം പ്രവചനങ്ങളുടെ നിവർത്തിയാണ്. ഇത് വചനം ജഡമായതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വചനം ജഡമായി എന്നുള്ള ഭാഗം നമ്മൾ അധികം വിശദീകരിച്ചില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 6 പോയിന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിന്റെ യൗവനത്തിലേക്ക് വരികയാണ്. ബാല്യം, യൗവനം. യേശുക്രിസ്തുവിന്റെ ബാല്യം, യൗവനം. യേശുക്രിസ്തുവിന്റെ ബാല്യത്തിന്റെ പ്രത്യേകത 4 സുവിശേഷങ്ങളിലാണ് യേശുക്രിസ്തുവിന്റെ ചരിത്രത്തെക്കുറിച്ച്, ക്രിസ്തുവിന്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമാകുന്നത് 4 സുവിശേഷങ്ങളിലാണ്. ഈ 4 സുവിശേഷങ്ങളിൽ യോഹന്നാനോ മർക്കോസോ യേശുക്രിസ്തുവിന്റെ ബാല്യത്തെക്കുറിച്ചോ യൗവനത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ പദം ഒന്നുകൂടെ പറയുന്നു. യോഹന്നാനോ മർക്കോസോ യേശുക്രിസ്തുവിന്റെ ബാല്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ട് അവർ രണ്ടുപേരും നിശബ്ദരായിരിക്കുന്നു എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെന്തെങ്കിലും ഒരു മറുപടി നിങ്ങളുടെ ഓർമ്മയിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ പറയാനായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ നിന്ന് പറയാനായിട്ടുണ്ടോ? എന്തുകൊണ്ട് യോഹന്നാനും മർക്കോസും യേശുക്രിസ്തുവിന്റെ ബാല്യത്തെക്കുറിച്ചോ യൗവനത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിനെന്ത് മറുപടി പറയും? ആകെ ഒരു മണിക്കൂറുണ്ട്, സമയം കളയരുത്, പെട്ടെന്ന് പറ. അവരുടെ അപ്രോച്ച് ഡിഫറെന്റ് ആയിരുന്നു. ജീസസിന്റെ കാര്യം എഴുതിയപ്പോ എന്തായിരുന്നു അവരുടെ അപ്രോച്ച്? ജോൺ സൺ ഓഫ് ഗോഡ് ആയിട്ട് പോർട്രേ ചെയ്തു, മാർക്ക് സൺ ഓഫ് മാൻ. അപ്പൊ പകുതി രക്ഷപ്പെട്ടു. എനിക്കൊരു ആശ്വാസമായി. എന്തായാലും കർത്താവേ കൃപ. അഡ്മിൻ എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ. യേശുക്രിസ്തുവിന്റെ ചരിത്രം ഇവർ 4 പേര് എഴുതാൻ തുടങ്ങിയപ്പോൾ 4 പേരുടെ അകത്തും 4 ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. അവരുടെ അകത്തുള്ള ലക്ഷ്യം. അപ്പോൾ അവരതിനകത്ത് യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാനാണ് താൻ സുവിശേഷം. അപ്പൊ യോഹന്നാന്റെ എഴുത്തുകാരനായ യോഹന്നാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവം തെളിയിക്കുകയാണ്. അപ്പൊ ദൈവം ആരാണ്? ദൈവം നിത്യനാണ്. ദൈവത്തിന് എന്തില്ല? യവനവും ഇല്ല, വയസ്സും ഇല്ല, എന്താ പറയുക, ശൈശവവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ യോഹന്നാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുകയാണ്.
ദൈവപുത്രത്വം തെളിയിക്കുകയാണ്. അപ്പൊ ദൈവത്വം തെളിയിക്കാൻ വേണ്ടി എഴുതുന്ന ഒരാള് ശൈശവമോ ബാല്യമോ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ലാത്തതിനാൽ യോഹന്നാൻ അത് മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. എന്നാൽ മർക്കോസ് എന്തുകൊണ്ട് വിട്ടുകളഞ്ഞു? മർക്കോസ് യേശുക്രിസ്തു ഒരു ദാസനാണെന്ന് തെളിയിക്കുന്ന ലക്ഷ്യത്തിലാണ് ലേഖനം എഴുതുന്നത്, സുവിശേഷം എഴുതുന്നത്. ദാസന്മാര് അവരുടെ ജനനമോ അവരുടെ ജീവിതമോ അവരുടെ ചരിത്രമോ ആരും നോക്കാറില്ല. ഓ, എവിടെ ജനിച്ചാലും പണിയാൻ അറിയുമെന്ന് മാത്രമേ ദാസനെ കുറിച്ച് ആൾക്കാർ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരാൾ കൂലിപ്പണിക്ക് വിളിക്കുന്ന ഒരാൾ നിങ്ങളുടെ അവരുടെ ചരിത്രമൊക്കെ അന്വേഷിക്കാറുണ്ടോ? വല്ല കുഴപ്പമുണ്ടാക്കാത്ത ആളാണ് നമ്മൾ നോക്കുന്നല്ലാതെ ദാസനിൽ നോക്കുന്നത് വംശപാരമ്പര്യമല്ല, ദാസനിൽ നോക്കുന്നത് അവൻ കരുത്തുള്ളവനാണോ എന്നാണ്, അവൻ ഏൽപ്പിച്ച ജോലി ചെയ്യുമോ. അപ്പൊ അതുകൊണ്ട് അടിമയുടെ യൗവനമാരും ശ്രദ്ധിക്കാറില്ലാത്തതുപോലെ ദൈവം അവൻ നിത്യനാകയാൽ മർക്കോസും യോഹന്നാനും ഈ രണ്ട് ലക്ഷ്യങ്ങൾ വെച്ച് എഴുതിയതിനാൽ അവരുടെ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ യൗവനകാലത്തെക്കുറിച്ച് അവർ ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ ലൂക്കോസിനും മത്തായിക്കും അവരെഴുതുമ്പോൾ അവരുടെ അകത്ത് കൃത്യമായ ലക്ഷ്യമുണ്ട്. ലൂക്കോസിന്റെ ലക്ഷ്യം യേശുക്രിസ്തു ഒരു മനുഷ്യപുത്രനാണെന്ന് തെളിയിക്കണം, ഒരു മനുഷ്യനാണെന്ന് തെളിയിക്കുകയാണ്, ഒരു പെർഫെക്റ്റ് മനുഷ്യനാണ് യേശു എന്ന് തെളിയിക്കാനാണ് ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. മത്തായി സുവിശേഷത്തിൽ മത്തായി ശ്രദ്ധിക്കുന്നത് യേശുക്രിസ്തു രാജാതിരാജാവാണ്, യഹൂദന്മാരുടെ രാജാവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ജീവിത കാലഘട്ടത്തിൽ 30 വയസ്സുള്ള ചരിത്രം മൊത്തം പറയാത്തത് എന്ന് ഒരാൾ നിങ്ങളോട് യുക്തിസഹജമായി ചോദിച്ചാൽ, ചില പറയാൻ യേശുക്രിസ്തു ഇന്ത്യ വന്നിരിക്കുകയായിരുന്നു, യേശുക്രിസ്തു ഹിമാലയത്തിൽ വന്നിരിക്കുകയായിരുന്നു, കാരണം ബൈബിൾ അതൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നുമക്കളെ, കർത്താവ് ഹിമാലയത്തിൽ വന്നിരുന്നതുമല്ല, കർത്താവ് ഇന്ത്യ വന്നതുമല്ല, കർത്താവിന്റെ ചരിത്രം എഴുതിയ സുവിശേഷന്മാരുടെ അകത്ത് കൃത്യമായി പരിശുദ്ധാത്മാവ് കൊടുത്ത നിയോഗത്തിൽ ചേർക്കേണ്ടത് ചേർത്ത് വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞ് എഴുതേണ്ടതാണ് അവരെഴുതി ചേർത്തിട്ടുള്ളത്. അപ്പൊ സുവിശേഷം നമ്മൾ പറയാൻ പോകുമ്പോൾ ഒരു പൊന്തി വരുന്ന ഒരു ചോദ്യത്തിന്റെ മറുപടി നമുക്ക് അവിടെ ചെറുതായിട്ട് കയറി വരികയാണ്. ഇനി യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്ന രേഖകൾ കൂടുതൽ പ്രധാനമായി കിട്ടുന്ന സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. നിങ്ങളത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. എല്ലാ വാക്യം കൂടെ നമുക്ക് വായിക്കാൻ പോയാൽ ഇന്ന് ഈ ക്ലാസ് അവിടെ കൊണ്ട് മാത്രം നിൽക്കേണ്ടി വരും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 21 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം ആ വാക്യങ്ങള്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 21 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് യേശുക്രിസ്തു ഒരു മനുഷ്യൻ എന്ന നിലയിൽ കൃത്യമായി ഒരു പെർഫെക്റ്റ് മാൻ, ഒരു സമ്പൂർണ്ണ മാൻ, മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് ജീവിച്ച ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ ലൂക്കോസ് യേശുവിനെ വരച്ചു കാണിക്കുകയാണ്. ഇവിടെ 2-ാം അധ്യായത്തിന്റെ 21 വാക്യത്തില് യഹൂദ നിയമപ്രകാരം ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന മതമാണ് യഹൂദ മതം, ഏറ്റവും ഉന്നതമായ മതമാണ്, ദൈവം സൃഷ്ടിച്ച മതമാണ്, ദൈവത്തിന്റെ ആജ്ഞയാൽ രൂപീകരിക്കപ്പെട്ടു വന്ന മതമാണ് യഹൂദ മതം. ആ മതത്തിന് നിയമപ്രകാരം ഒരു വ്യക്തിയെ, ഒരു ആൺ പൈതലാണെങ്കിൽ 8-ാം ദിവസം പരിച്ഛേദനയേൽക്കണം. അപ്പൊ യേശു ആരാ? വചനം ജഡമായവനാണ്. വചനം ജഡമായ യേശുവിന് പരിച്ഛേദന ആവശ്യമുണ്ടോ? അവന്റെ ശരീരം ജഡശരീരമല്ല, അവന്റെ ശരീരം മനുഷ്യ ശരീരമല്ല, മണ്ണീന്നെടുത്ത ശരീരമല്ല. ആ ശരീരത്തിൽ പാപമില്ലാത്ത ആ ശരീരത്തിൽ പരിച്ഛേദന ആവശ്യമുണ്ടോ? കാരണം അവൻ യഹൂദനായി ജനിച്ചതുകൊണ്ട്, മനുഷ്യനായി ജനിച്ചതുകൊണ്ട് പാപമില്ലെങ്കിലും അവൻ ദൈവമാണെങ്കിലും അവൻ അവന്റെ ജഡത്തിൽ പരിച്ഛേദനയേറ്റു. മാതാപിതാക്കളാണ് പരിച്ഛേദനയ്ക്കായിട്ട് അവനെ കൊണ്ടുപോയതെങ്കിലും അവൻ തീരുമാനിച്ചല്ലേ അവിടെ ജനിച്ചത്, അവൻ തീരുമാനിച്ചല്ലേ കാര്യങ്ങൾ മൊത്തം കൊണ്ടുവന്നത്. അപ്പോൾ 8-ാം ദിവസം അവനെ നിയമപ്രകാരം പരിച്ഛേദന ഏൽപ്പിച്ചു. 8-ാം ദിവസം അവന് പേരിട്ടു. യഹൂദ മതപ്രകാരം 8-ാം ദിവസമാണ് പേരിടുന്നത്. പേരിട്ടു. ഇനി മാത്രമല്ല, അവരുടെ മാതാപിതാക്കള് ഈ അവിടെ കുഞ്ഞുങ്ങൾ ജനിച്ച് ആലയത്തിൽ കൊണ്ടു ചെല്ലുമ്പോ അവര് യാഗം അർപ്പിക്കണം. യാഗം അർപ്പിക്കുമ്പോൾ ദരിദ്രര് അർപ്പിക്കുന്നത് പ്രാവിൻ കുഞ്ഞുങ്ങളെയാണ്.
യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നപ്പോൾ മാതാപിതാക്കൾ അവർ ദരിദ്രരാകിയാൽ അവർ പ്രാവിനെ യാഗം അർപ്പിക്കും. ഇതെല്ലാം ഉണ്ട് കേട്ടോ. ലൂക്കോസ് 2:21 വായിച്ചോ. ഒന്ന് അവിടെ നമുക്ക് പരിചയന കാണാം. 23, 22, 23, 24 വായിച്ചാൽ നമുക്കവിടെ യാഗം കാണാം. ഒന്ന് വായിച്ചോ. ഒന്ന് വായിച്ചു. ഒരു വാക്യം വായിച്ചില്ലെങ്കിൽ ഇനി അതൊരു വിഷമാകണ്ട. ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഒറ്റ വാക്യം പോലും ഇങ്ങനെ വായിക്കുന്നില്ലല്ലോ, ഇനി അത് ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് ഒന്നും തലേ കയറൂല. പിന്നെ വായിച്ചോ ലൂക്കോസ് 2:21. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപാദിക്കും മുൻപേ ദൂതൻ പറഞ്ഞതുപോലെ അവനെ യേശു എന്ന് പേർ വിളിച്ചു. കണ്ടപ്പോൾ യേശുവിന്റെ പേര് എത്രാമത്തെ ദിവസം ഇട്ടത്? 8 ദിവസം. എത്രാമത്തെ ദിവസമാണ് പേരിട്ടത്? ആ വാക്യപ്രകാരം 8 ദിവസം. 8ാമത്തെ ദിവസം. അപ്പൊ ദൂതൻ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന് പേരിട്ടത് 8ാമത്തെ ദിവസമാണ്. കണ്ടോ? പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പ് ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേര് വിളിച്ചു. യേശുവിന്റെ പേര് അവൻ ഇട്ടത് 8ാമത്തെ ദിവസമാണ്. പരിച്ഛേദനയേറ്റ എന്നാണ്. ഇത് യഹൂദമതം ചെയ്ത കാര്യമാണ്, അന്നേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ അതാണ് നമ്മൾ അവിടെ വായിച്ചത്. ഒന്ന്. രണ്ടാമത് 22, 23, 24 വാക്യം. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിനെ അർപ്പിപ്പാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. കേട്ടോ? അപ്പം പേരിടുന്ന കാര്യം, പരിച്ഛേദന ഏൽക്കുന്ന കാര്യം, പരിച്ഛേദന, പേര്, യാഗം, യെരൂശലേം, ഇതെല്ലാം ക്രോഡീകരിക്കപ്പെടുകയാണ്. ഇതെല്ലാം എന്താ വിളിച്ചു പറയുന്നത്? യേശുക്രിസ്തു മതത്തിന്റെ കീഴിൽ തികഞ്ഞ ഒരു മനുഷ്യനായി അവന്റെ ജീവിതം കർത്താവ് ആരംഭിച്ചു. ഇതാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇനി 42ാം വാക്യത്തിലേക്ക് വന്ന് 41ാം വാക്യത്തിലേക്ക് വന്ന് 41, 42 വാക്യത്തിലേക്ക് വന്ന് 1-2 വാക്യം വായിച്ചാൽ ഭാഗം വിടാം. 41. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു മതി അവിടെ നിൽക്കട്ടെ. അപ്പോൾ യേശുവിന്റെ അമ്മയപ്പന്മാര് ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകുന്നവരാണ്. പുറപ്പാട് പുസ്തകം നമുക്ക് വായിച്ചാൽ നമുക്കറിയാം, യഹൂദന്മാരായ പുരുഷന്മാർ വർഷത്തിൽ 3 പ്രാവശ്യം ദൈവാലയത്തിൽ വന്നേ പറ്റൂ. എവിടെയായാലും അത് വന്നാൽ അവർക്ക് അനുഗ്രഹമാണ്, അവരുടെ കുടുംബത്തിന് പ്രൊട്ടക്ഷനാണ്. അത് ദൈവത്തിന്റെ വചന ന്യായപ്രമാണ പ്രകാരം അവർ അനുസരിക്കേണ്ടതാണ്. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണം പിന്തുടരുന്ന ഒരു ഭവനമാണ് യേശുവിന്റെ ഭവൻ. ഇനി അവിടുത്തെ രസകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഈ യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞിട്ട് ഈ സ്ത്രീകളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞു കഴിയുമ്പോൾ ഇവര് യെരൂശലേം ദേവാലയത്തിൽ ചെന്ന് യാഗം അർപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ യാഗം അർപ്പിക്കുമ്പോൾ ഈ യാഗം അർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് യേശുവിന്റെ അമ്മയും യേശുവിന്റെ പിതാവും യേശുവും കൂടെ ചേർന്നല്ലേ. ഈ യാഗം സ്വീകരിക്കുന്നത് ആരാ? ഇവിടെ അർപ്പിക്കുന്ന യാഗം സ്വീകരിക്കുന്നത് ആരാ? യാഗം അർപ്പിക്കുന്നത് പുരോഹിതന്മാർ. യാഗം അർപ്പിക്കുന്നത് ആരുടെ മുമ്പിലാ? ആരെ സ്വീകരിക്കുന്നേ? ദൈവമാണ് യാഗം സ്വീകരിക്കുന്നവർ. ആ ദൈവം എവിടെ ഇരിക്കുക? ആ ദൈവമാണ് ഇപ്പോൾ മറിയത്തിന്റെയും യോസഫിന്റെയും കയ്യിലിരിക്കുന്നവർ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതൊന്നും അറിയാതെ യെരൂശലേം ദൈവാലയത്തിൽ ആരാധന നടക്കുക, യെരൂശലേം ദൈവാലയത്തിൽ യാഗം നടക്കുക. പക്ഷെ ദൈവോട് ഇറങ്ങി വന്നേക്കുക. ഞാൻ അടുത്തൊരു ഭാഗം പറഞ്ഞു വരുമ്പോൾ ഭയങ്കര രസമാണ് ആ ഭാഗം പറഞ്ഞു വരുമ്പോൾ. അവിടേക്ക് വരാൻ നമുക്ക് മത്തായിലേക്ക് വരുമ്പോൾ ആ ഭാഗം കാണാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റവാക്ക് പറയുകയാണ്, ദൈവമായവൻ നോക്കി ദൈവാലയത്തിൽ മാതാപിതാക്കളോട് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? യാഗാർപ്പണത്തിന് വേണ്ടി. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ലൂക്കോസിലെ ഭാഗം ഇവിടെ കൊണ്ട് വിടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ അതിന്റെ 50ാമത്തെ വാക്യം 40ാമത്തെ വാക്യം വായിച്ച്. പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. കണ്ടോ? ആൻഡ് ദ ചൈൽഡ് ഗ്രൂ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു.
ആത്മാവിൽ അവൻ ബലപ്പെട്ടു പോന്നു. കണ്ടോ? അപ്പം അത് 3 തലത്തിൽ പറയാണ്. ഒരു വ്യക്തിയുടെ 3 ഭാഗമാണ്: ദേഹം, ദേഹി, ആത്മാവ്. അവിടെ പറയാണ് പൈതൽ വളർന്നു, അത് ശാരീരികമായിട്ട് വളർന്നു. 2, ജ്ഞാനം നിറഞ്ഞു, അത് സോളിനകത്താണ്. 3, അവൻ സ്പിരിറ്റിൽ ബലപ്പെട്ടു പോന്നു. കണ്ടോ? യേശുക്രിസ്തുവിൽ 3 തല വളർച്ച നടക്കുന്നത് ലൂക്കോസ് എടുത്തുദ്ധരിക്കുകയാണ്. നിങ്ങളുടെ അകത്തും ഈ 3 വിധ വളർച്ചകൾ നടക്കണം. നിങ്ങളുടെ ശരീരം വളരണം, ജ്ഞാനത്തിൽ നിങ്ങൾ നിറയണം, ആത്മാവിൽ നിങ്ങൾ ബലപ്പെടണം. ഇത് 3 ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ബൈബിൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടോ? യേശുവിന്റെ വളർച്ച ശ്രദ്ധിക്കുന്ന ഒരു പിതാവ് ആ വളർച്ചയെ എടുത്തുദ്ധരിച്ചിരിക്കുന്ന ലേഖകൻ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശു വളരുന്നു, ജ്ഞാനം നിറയുന്നു, ആത്മാവിൽ ബലപ്പെട്ടു വരുന്നു. കണ്ടോ? എത്ര രസകരമായിട്ടാണ് ലൂക്കോസ് ഓരോ കാര്യങ്ങൾ എടുത്ത് എഴുതി ഉദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. 52 വാക്യോടെ ചേർത്ത് വായിച്ചു. 52 വാക്യം കൂടെ 52 വാക്യോടെ വായിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഒന്നുകൂടെ വായിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. കണ്ടോ? യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ. ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും നല്ലൊരു വ്യക്തിയായിട്ട് യേശു വളർന്നു വന്നു. ഓക്കെ? ഈ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ദൈവം മുമ്പിൽ പെർഫെക്റ്റാ, നിങ്ങളുടെ മുമ്പിൽ ഒന്നും എനിക്കത് കാണിക്കണ്ട. അങ്ങനെയല്ല. യേശു ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും അവൻ ദൈവകൃപയിലും ദൈവജ്ഞാനത്തിലും വളർച്ചയിലും അവൻ മുതിർന്നു വന്നു, അവൻ വളർന്നു വന്നു. അർത്ഥാൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യ എന്ന നിലയിൽ കൃത്യമായ ചരിത്രം ലൂക്കോസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഇതാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, ബാല്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ. ഓക്കെ, ഇത്രയും നമുക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വാക്കുകൾ കിട്ടാതെ പോയോ? ഏതെങ്കിലും പദങ്ങൾ, ഏതെങ്കിലും വാക്യങ്ങൾ കിട്ടാതെ? 1 യഹൂദ നിയമപ്രകാരമുള്ള പരിച്ഛേദന. 2 8-ാം ദിവസം പേരിട്ടു, അവരെ യാഗമർപ്പിച്ചു. മാതാപിതാക്കൾ ദരിദ്രരായിരുന്നു. എല്ലാ വർഷവും ഒരു പെസഹയ്ക്ക് വരുമായിരുന്നു. അത് വർഷത്തിൽ 3 പ്രാവശ്യം വരണമെന്ന് നിയമം ഉണ്ടായിരുന്നു. 12 വയസ്സുള്ളപ്പോൾ അവിടെ വന്നിരുന്നു. ശാരീരികമായിട്ടും ആത്മീകമായിട്ടും യേശു വളർന്നു വന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക്, ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്ന അധ്യായം ലൂക്കോസ് 2 ആണ്. 2:21 തൊട്ട് 52 വായിച്ചാൽ ഈ മുഴുവൻ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും മനസ്സിലാക്കാത്ത കാര്യമുണ്ടോ? നമുക്ക് അടുത്തേക്ക് പോകാനാണ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ആവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ വേഗം പറഞ്ഞാൽ. വളരെ ലളിതമാണ്. ഓക്കെ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഉറങ്ങിപ്പോയോ? രണ്ടാമത്, ഈ യേശുക്രിസ്തുവിന്റെ, കർത്താവിന്റെ യൗവനത്തെക്കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ ജനിച്ച യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും ശൈശവ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന 2ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് മത്തായിയാണ്. അവിടെ നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ്, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ 2ാം ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. 2ാമത്തെ ഭാഗത്ത് മത്തായി 2:1 മുതൽ ആ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ഭൂരിഭാഗവും ലൂക്കോസ് ചേർത്തിട്ടില്ല. മത്തായിയിൽ പറയുന്ന ഒരു കാര്യം, ഈ കാര്യങ്ങളൊന്നും ലൂക്കോസ് ചേർത്തിട്ടില്ല. അതിന് കാര്യമൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു. ലൂക്കോസിന്റെ വീക്ഷണത്തിൽ ഇത് കർത്താവ് ഒരു മനുഷ്യനാണ്. എന്നാൽ മത്തായിയുടെ വീക്ഷണത്തിൽ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് തെളിയിക്കണം, ദൈവം എന്ന് തെളിയിക്കണം. ഒരു രാജകുമാരനെ രംഗത്ത് കൊണ്ടുവരികയാണ് മത്തായി. അപ്പോൾ ഈ ബൈബിൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് വെറും ഒരു ചരിത്ര പുസ്തകമല്ല. ഈ ചരിത്രം പറയുന്ന ആൾക്കാർ, ചരിത്രം എഴുതുന്ന ആൾക്കാർ, ഇപ്പം ഒരാളുടെ ചരിത്രം എഴുതാണ്, ഇപ്പൊ എന്റെ ചരിത്രം എഴുതാണ്, അല്ലെങ്കിൽ വേണ്ട അഭിപ്രദർ ചരിത്രം എഴുതാണ്. ചരിത്രം എഴുതി നമ്മൾ ജനനം തൊട്ട് മരണം വരെ നമുക്ക് ലഭ്യമായ രേഖകൾ മൊത്തം എഴുതി ചേർക്കും. അതിനാണ് ചരിത്രം എന്ന് പറയുന്നത്. യേശുവിന്റെ
സുവിശേഷം എന്ന് പറയുന്നത് വെറും ചരിത്രമല്ല, ഇത് വെറും വാക്കുകളല്ല, വെറും ചരിത്രം എഴുതിയതല്ല. ചരിത്രം എഴുതിയപ്പോൾ ഈ ചരിത്രത്തിനകത്ത് എഴുതിയ എഴുത്തുകാരന്റെ അകത്തുള്ള ലക്ഷ്യം നിവർത്തിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദാം മുതൽ, അല്ലെങ്കിൽ വേണ്ട അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് അവന്റെ പിൻതലമുറകളായി നിൽക്കുന്ന പിതാക്കന്മാരെയും രാജാക്കന്മാരെയും മടങ്ങി വന്ന പ്രവാസത്തിന് മടങ്ങി വന്നവരൊക്കെ കർത്താവ് ചേർത്ത് വെച്ച്, പരിശുദ്ധാത്മ ചേർത്ത് വെച്ച് പ്രവാചകന്മാരിലൂടെ പ്രവചിച്ചു കൊണ്ടിരുന്ന, അല്ല, യഹോവയാം ദൈവം പറഞ്ഞു തുടങ്ങിയ പ്രവചനത്തിന്റെ നിവർത്തിയായ യേശു ജനിച്ചു. എവിടെ ജനിച്ചു? ബത്ലഹേമിൽ ജനിച്ചു. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ പിതാക്കന്മാരുടെ ചരിത്രം കൊണ്ട് പറയുകയാണ്. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ നമുക്ക് പാഠമാണ്, ശ്രദ്ധിക്കേണ്ട പാഠമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വന്ന, ആദാം മുതൽ പറഞ്ഞു വന്ന, ഹാനോക്ക് പ്രവചിച്ച, അബ്രഹാമിനോട് പറഞ്ഞ, നോക്കിയേ, ഇസഹാക്കിന്റെ പൊരുളായ യാക്കോബ് എന്ന് പറഞ്ഞ വാക്തത്വത്തിന് നിവൃത്തിയായ ഈ പ്രവചന പുരുഷൻ, അല്ലെങ്കിൽ പ്രവചനങ്ങളുടെ എല്ലാം നിവൃത്തിയായ യേശു ജനിച്ചു. പക്ഷെ യേശു ജനിച്ചിട്ട് യേശുവിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. ജനിച്ചത് ആരും അറിഞ്ഞില്ല. യേശു ജനിച്ചത് യഹൂദ മതത്തിന്റെ കീഴിലാണ്. ശ്രദ്ധിക്കണേ, യേശു ജനിച്ചത് യഹൂദ മതത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങൾ, ഏറ്റവും കെട്ടുറപ്പുള്ള ആധികാരികമായ, നോക്കിയേ, മഹത്വകരമായ മതം എന്ന് പറയാവുന്ന മതം യഹൂദ മതമാണ്. അവന്റെ പുറകിലുള്ള അടിസ്ഥാനം ദൈവമാണ്. ദൈവത്തിന്റെ പ്രമാണത്താൽ അധിഷ്ഠിതമായി ദൈവത്താൽ സ്ഥാപിതമായ മതമാണ് യഹൂദ മതം. ആ മതത്തിന് 39 ആധികാരിക പുസ്തകങ്ങളുണ്ട്. പഞ്ചഗ്രന്ഥങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ, കാവ്യപുസ്തകങ്ങൾ, ബൈബിളിലെ ആദ്യത്തെ 39 പുസ്തകങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന തിരുവെഴുത്ത് അവരുടെ അടിസ്ഥാനമാണ്. അവർക്ക് പ്രവാചകന്മാരുണ്ട്, റബിമാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്, ആലയമുണ്ട്. എന്താ ഇല്ലാത്ത? ലോകത്തിൽ ഒരു മതത്തിനും ഇല്ലാത്ത സകലതും അവർക്കുണ്ട്. നോക്കിയേ, ഈ ഇവരുടെ പുസ്തകത്തിനകത്ത് 1-ാം പുസ്തകം മുതൽ 39-ാമത്തെ പുസ്തകം വരെ പറയുന്നു ഒരു മശിക ജനിക്കുമെന്ന്. അത് സ്ത്രീയുടെ സന്തതി എന്ന് ഉൽപ്പത്തിയിൽ പറയാൻ തുടങ്ങി. അത്ഭുത ശിശു എന്ന് യെശയ്യാവ് പറയാൻ തുടങ്ങി. ഇവൻ മശിക വരുമെന്ന് പറഞ്ഞ് അവർ കാത്തിരിക്കുക. പക്ഷേ ഇവരറിഞ്ഞില്ല ഇവൻ ജനിച്ചത്. ഇത്ര വലിയ കെട്ടുറപ്പുള്ള മതം, ഇത്രയധികം പ്രവാചകന്മാരുള്ള ഈ മതം, ഇത്രയധികം ശാസ്ത്രിമാരും ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും മഹാപുരോഹിതനും ഒക്കെയുള്ള ഈ മതം ഇവരറിഞ്ഞില്ല. യേശു ജനിച്ചത് മതം തലയിൽ കയറിയവർ അറിഞ്ഞില്ല. ഇവരൊക്കെ ഐക്യകത്തിരിക്കുന്ന പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബത്ലഹേമേ, എഫ്രയീമേ, ബത്ലഹേമേ, നിന്നിൽ നിന്ന് യഹൂദന്മാരുടെ രാജാവായവൻ വരും. അപ്പൊ ബത്ലഹേമിൽ അവൻ ജനിക്കുമെന്ന് പുസ്തകത്തിലുണ്ട്. പക്ഷെ ജനിച്ചിട്ട് ഇവർ അറിഞ്ഞില്ല. കേൾക്കുന്നുണ്ടോ? ഏകദേശം ഇന്നത്തെ ആത്മലോകത്തിന് തത്തുല്യമായി നിൽക്കുക. പുസ്തകം അറിയാം, പുസ്തകത്തിലുള്ളവനെ അറിയല. ഹലോ, കേൾക്കണേ, എന്റെ കൂടെ വരണം കേട്ടോ. പുസ്തകം ഭയങ്കര പഠനമാണ്. അയ്യോ, അത് എഴുതുമ്പോൾ അവരെ ചിട്ടകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. അവര് ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ യാഹ്വേ എന്ന പദം വന്നാൽ പോലും അവരവന് വേണ്ടി നോക്കിയേ ചെയ്യുന്ന വിശുദ്ധീകരണങ്ങളുണ്ട്. ഇതൊക്കെ യഹൂദമതത്തിന്റെ ചരിത്രം പഠിച്ചുപോലെ നമുക്ക് കാണാം. ഇത്ര മതപരമായ ചടങ്ങുകൾ വിശുദ്ധിയോടെ ചെയ്യുന്ന ഈ മതത്തിന്റെ ആസ്ഥാനത്തിന്റെ തൊട്ടപ്പുറത്ത് ഈ മതത്തിന്റെ രേഖകളിൽ പറയുന്നവൻ ജനിച്ചു. പക്ഷെ ഇവരറിഞ്ഞില്ല. ഹലോ, ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ അറിഞ്ഞില്ല. പുസ്തകം കയ്യിലുണ്ട്, വ്യാഖ്യാനിക്കുന്നവർ കയ്യിലുണ്ട്, പ്രവചിക്കുന്നവർ കയ്യിലുണ്ട്. പക്ഷെ അവൻ ജനിച്ചതറിഞ്ഞില്ല. പക്ഷേ പാഗൻ മതത്തിൽപ്പെട്ടവർ, അവർക്ക് പുസ്തകമില്ല.
അവർക്ക് തിരുവെടുത്തില്ല, അവർക്ക് പ്രമാണമില്ല, അവർക്ക് പ്രവാചകനില്ല, അവർക്ക് ആലയമില്ല, അവർക്ക് മതമില്ല, അല്ലെങ്കിൽ അവരുടെ ഇത്രയും നല്ല മതമില്ല, ഇതൊന്നുമില്ല. പക്ഷെ അവരറിഞ്ഞു യേശു ജനിച്ചത്. അവരറിഞ്ഞു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ മനസ്സിലാവും. എല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ യേശു ജനിച്ചത് ഞാൻ അറിഞ്ഞില്ല. അവർക്കൊന്നുമില്ല, പക്ഷെ അവർ യേശു ജനിച്ചത് അറിഞ്ഞു. ഇതിനപ്പത് ഏതാ മെച്ചമുള്ള ആൾക്കാർ പറ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ, അതോ നിങ്ങൾ വേറൊരു ലോകത്താണോ? എല്ലാം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് പാസ്റ്റർമാരുണ്ട്, സെൻട്രൽ പാസ്റ്റർമാരുണ്ട്. ഞാനിത് വിമർശിക്കാനല്ല കേട്ടോ പറയുന്നത്, നമ്മളൊന്നും കൂടെ ട്യൂൺഡാകാൻ വേണ്ടി പറയുകയാണ്. ഈ എൻ്റെ ഒരു സംസാര രീതി കൊണ്ടും ഈ എന്താ പറയാ പഠിക്കേണ്ട കാലത്ത് പഠിക്കാത്തോണ്ട് കുളത്തിൽ പോയിരുന്നോണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വിമർശനമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതിനകത്ത് നല്ല സെൻസിലാണ് പറയുന്നത്. അത് ദൈവത്തിനറിയാം. അല്ലാണ്ട് ഞാൻ ഒരാളെ കളിയാക്കുക എന്ന ലക്ഷ്യത്തിലല്ല പറയുന്നത്. ഞാനിത് പറയുന്നത് നമുക്കിത് രണ്ടും വേണമോ എന്നാ പറയാൻ നിങ്ങളുടെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടി, അതിൽ നിങ്ങളിലേക്ക് കൈമാറാൻ വേണ്ടി ഞാനിത് പറയുന്നത്. കുറെ ആൾക്കാർക്ക് ഇതിനകത്തുള്ളത് മൊത്തം അറിയാം, പക്ഷെ ഇത് പറയുന്ന ആളെ അറിയല. അയ്യോ, അതിനകത്ത് വള്ളിയെങ്ങാനും പുള്ളിയെങ്ങാനും മാറിയാൽ അപ്പഴ അവര് പിടിക്കും. പക്ഷേ ഇതിനകത്ത് ഉള്ള ആളെ അറിയല. ആ ആളുമായിട്ടൊരു ബന്ധമില്ല. ആ ആള് ഇന്നലെ ഇവിടെ വന്നു, ആള് പ്രവർത്തിക്കുന്നു, ആള് ശക്തിയോടെ എന്റെ സഭയെ പണിയുന്നു, ആ ആള് ആത്മഭാരത്താൽ ജനത്തെ നിറയ്ക്കുന്നു, ആ ആള് ദൈവത്തിന്റെ പരമാധികാരത്താൽ നോക്കി, ദൈവിക പരമാധികാരത്താൽ ഈ പ്രപഞ്ചത്തെ അവന്റെ വരവിനായിട്ട് ഒരുക്കുക. ഇതൊന്നും ഒരു പിടുത്തമില്ലാതെ മതം തലയ്ക്ക് കയറിയ കുറെ ആൾക്കാരുണ്ട്. മതം തലയ്ക്ക് കയറിയ കുറെ ആൾക്കാർ, ഞങ്ങൾ അതാണ്, ഞങ്ങൾ ഐപിസിയാണ്, ഞങ്ങൾ ഷാരോനാണ്. ഇവരൊക്കെ ശ്രദ്ധിച്ചോളാം കേട്ടോ. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെല്ലാം കർത്താവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. കർത്താവിന്റെ ചലനങ്ങൾ, കർത്താവിന്റെ ഇടപെടലുകൾ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. പോട്ടെ, ഞാൻ അവിടെ പറഞ്ഞു നിന്നാൽ സമയം മുമ്പോട്ട് പോകും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? യഹൂദന്മാർക്ക് എല്ലാം ഉണ്ട്. പുസ്തകം തിരുവെടുത്തുണ്ട്, പ്രവചനമുണ്ട്, പ്രവാചകന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്, ആലയമുണ്ട്, യാഗമുണ്ട്, ഉത്സവമുണ്ട്, തേജസ്സുണ്ട്, രക്ഷകമുണ്ട്, എല്ലാം ഉണ്ട്. ഈ പറയുന്ന എല്ലാത്തിന്റെയും പൊരുളായവൻ ജനിച്ചത് അവരറിഞ്ഞില്ല. ഇതുപോലെ മണ്ടന്മാർ, നിഴലെല്ലാം കയ്യിലുണ്ട്, പൊരുൾ വന്നപ്പോ അവരറിഞ്ഞില്ല. ജനിച്ചില്ല, പിന്നെ പോട്ടെ നിൽക്കായിരുന്നു. എന്നാൽ നിഴലുകൾ ഒന്നും കയ്യിലില്ല. യേശുവോ, യേശുവോ, എന്തോ എന്തോ തേജസ്, പെട്ടകോ, എന്തോ ഈ പറഞ്ഞ സാധനം, പുരോഹിതനോ, മഹാപുരോഹിതനോ, ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് കൂടെ ആകെ കൂടെ അറിയാവുന്നത് ഒരു നക്ഷത്രം ഉണ്ടായി, ഒരു നക്ഷത്രത്തെ ഞങ്ങൾ കണ്ടു. ആ വാക്യെടുത്ത നിങ്ങൾ മത്തായി സുവിശേഷം, മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിച്ചേ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ മതത്തിന്റെ ആസ്ഥാനമായ യെരുശലേമിന്റെ തൊട്ടടുത്താണ് ഇവൻ ജനിച്ചിരിക്കുന്നത്. പക്ഷെ ഒറ്റയാള് ഇതുവരെ ഈ മതത്തിൽ നിന്ന് ഇവൻ ജനിച്ചത് കാണുകയോ അത് അവനെ അന്വേഷിച്ചു വരികയോ ചെയ്തില്ല. പക്ഷേ കിഴക്ക് നിന്ന് വിദ്വാൻമാർ, അത് ഇന്ത്യക്കാരാന്ന് പറയുന്നു. ആരെങ്കിലും ആയിക്കോട്ടെ, ഇന്ത്യക്കാരോ എന്താ പറയാ പാകിസ്ഥാനികളോ ആരെങ്കിലും ആരെല്ലാം കുഴപ്പമില്ല. പാകിസ്ഥാൻ അന്ന് ഇന്ത്യ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ ഭാരതമായിരുന്നല്ലോ. ഓക്കെ, ഏതെങ്കിലും കിഴക്ക് നിന്ന് വിദ്വാൻമാർ അവനെ തേടി വന്നു. അപ്പൊ അവര് വരാനുള്ള കാരണം എന്താ? 2-ാം വാക്യം വായിക്കേ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം ഞങ്ങൾക്ക് ഇവനെ കുറിച്ച് വലിയ പഠനമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് നക്ഷത്രമുണ്ട്. ഞങ്ങൾക്ക് അവനെ കുറിച്ചൊരു നക്ഷത്രം വരുമെന്നും ആ നക്ഷത്രം ഉദിച്ചാൽ ഇങ്ങനൊരു രാജാവ് പിറന്നെന്നും ഞങ്ങൾക്കറിയാം. അത് അവര് പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്, ഈ മറ്റൊരു പഠനം വെച്ചുകൊണ്ട്, ആ പഠനത്തിന് പേര് പറയുന്നുണ്ട്, ആ പഠനം വെച്ചുകൊണ്ടാണ് അവരത് മനസ്സിലാക്കുന്നത്. അതിനൊരു പേര് ഞാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനം? ഓക്കെ, ഞാനിത് പിന്നെ പറഞ്ഞുതരാം. എന്റെ അകത്ത് ആ പദം വരുന്നില്ല. അപ്പൊ ഇവര് ഈ നക്ഷത്രം ഇവരെ നയിക്കാൻ തുടങ്ങി.
ആസ്ട്രോളജി. അത് തന്നെ സാധനം, അത് തന്നെ സാധനം. അപ്പൊ അത് ഇവർക്ക് അറിയാവുന്നവരായിരുന്നെന്നും അത് വെച്ചുകൊണ്ടാണ് ഇവരിത് മനസ്സിലാക്കിയെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നു. എന്തോ ആകട്ടെ, ഏതായാലും ഒരു കാര്യം ഉറപ്പ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, ഞങ്ങൾ അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു, ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? യഹൂദന്മാരുടെ ഇടയിൽ ഒരു മനുഷ്യനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിന് വരെ കണ്ടുകൂടാ അവർക്ക്. കാരണം ആരാധന യഹോവയ്ക്ക് മാത്രമാണ്, ആരാധന ദൈവത്തിന് മാത്രമാണ്. ഒരു വ്യക്തി ആരാധിക്കുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ അത് പേർ പറഞ്ഞ കാര്യമല്ല. അവര് നട്ടലോടെ വന്ന് പറയുകയാണ്, അവർ യെരൂശലേമിൽ വന്ന് പറയണം, ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്ന് നിൽക്കുക. ആരാ? രാജാവായി പിറന്നവനെ ഞങ്ങൾ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇവരെവിടെയായിരുന്നു? ഇവർ ആലയത്തിലോ അല്ലെങ്കിൽ ആലയത്തിന്റെയോ വിശുദ്ധ സ്ഥലത്തിന്റെയോ വിശുദ്ധ നഗരത്തിന്റെയോ ഈ മതത്തിന്റെയോ അടുക്കലല്ല. ഇവർ എത്രയോ ദൂരത്തിലാണ് ഇവർ കിടക്കുന്നത്. ആ ദൂരത്തിൽ ദൈവം അവരോട് നക്ഷത്രങ്ങളിൽ കൂടെ സംസാരിച്ചു. നമുക്കവിടെ സന്തോഷ വാർത്തയുള്ളത്, അവരോട് നക്ഷത്രങ്ങളിൽ കൂടെ സംസാരിച്ച ദൈവം നമ്മോട് കൃപയാൽ ആത്മാവിലൂടെ സംസാരിച്ചു. നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. ദൈവത്തിന്റെ മതമായിട്ടോ യഹൂദ മതമായിട്ടോ നമ്മൾ എന്താ പറയുക, പ്രകൃതിയാൽ നമ്മൾ ജാതികളായിരുന്നു. നമ്മൾ എങ്ങനെയാ കർത്താവിനെ കണ്ടെത്തിയത്? നമ്മൾ കർത്താവിനെ കണ്ടെത്തിയത് പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ്. നമ്മുടെ കൈക്കകത്ത് പ്രമാണം ഉണ്ടായിരുന്നോ? നമ്മുടെ കൈക്കകത്ത് ആലയം ഉണ്ടായിരുന്നു? നമുക്കൊന്നുമില്ലായിരുന്നു. കൃപയാൽ അന്ന് പാഗൻ മതത്തിലുള്ള അല്ലെങ്കിൽ ആ മതത്തിലുള്ളവർ, കിഴക്കുള്ള വിദ്വാൻമാർ നക്ഷത്രത്തിലൂടെ യേശുവിനെ കണ്ടതുപോലെ, നക്ഷത്രത്തിലൂടെ അവർക്ക് അടയാളം കിട്ടിയതുപോലെ, അതാത് സമയത്ത് ദൈവാത്മാവ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് വലിയ ദർശനത്തിനായി, വലിയ വെളിപ്പാടുകൾക്കായി, യേശു എന്ന വ്യക്തിത്വത്തെ നമ്മുടെ മുമ്പിൽ തുറന്ന് തന്ന കൃപകൾക്കായി നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുക. ഒന്നും ഉണ്ടായിട്ടല്ല, കൃപയാൽ നമുക്ക് അവനെ തുറന്നു കിട്ടി. അപ്പൊ എന്റെ ഒരു ചോദ്യമുണ്ട്, നമുക്ക് ഇതിനകത്ത് ഏതാകണ്ടേ? കൈക്കകത്ത് പുസ്തകം കിട്ടിയ ഇസ്രായേലിനെ പോലെ ആകണോ? അതോ ദൈവിക ഇടപെടലുകൾ, ദർശനം കണ്ട, നക്ഷത്രം കണ്ട ജാതിയെ പോലെ ആകണോ? അല്ലെങ്കിൽ വിദ്വാൻമാരെ പോലെ ആകണോ? ആദ്യം പെട്ടെന്ന് ഒരു ആവേശത്തിൽ ജാതികളെ പോയി ആയാൽ മതി എന്ന് പറയാം. വേണ്ട, നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പറയാം. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണം. മറുഭാഗത്ത് തിരുവെഴുത്ത് മതമായി തലയ്ക്കകത്ത് കയറുകയല്ല, ഞങ്ങൾക്ക് അങ്ങയിൽ നിന്നുള്ള വെളിപ്പാടുകളൂടെ തിരുവെഴുത്തുകളെ തെളിയിക്കപ്പെടുന്ന തലത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാം. ഞങ്ങൾക്ക് രണ്ടും വേണമെന്ന് ഇന്ന് രാവിലെ പറയാൻ ആഗ്രഹമകത്ത് വരുന്നുണ്ടെങ്കിൽ ശക്തിയോട് രാമ്യം പറഞ്ഞ കർത്താവിന്, ഞങ്ങൾക്ക് തിരുവെഴുത്തുകളും വേണം, ഞങ്ങൾക്ക് ദൈവിക ദർശനങ്ങളും വേണം, ഞങ്ങൾക്ക് ദൈവിക ഇടപെടലുകളും വേണം. ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവിക തിരുവെഴുത്തുകളായിരിക്കണം. ഇനി ഇപ്പൊ നമ്മൾ ഈ ആവേശത്തിൽ നമുക്ക് തിരുവെഴുത്തുണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടായി? അവർക്ക് കർത്താവിനെ കാണാൻ പറ്റിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ദർശനം മതി, നിയോഗം മതി, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. തിരുവെഴുത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് സംസാരിച്ചു, എന്തിനാ ബൈബിളൊക്കെ എത്രയധികം പ്രസംഗിക്കുന്നത്, എന്തിനാ എത്രയും കഥ പഠിപ്പിക്കുന്നത്? കർത്താവുമായിട്ട് അങ്ങ് ചേർന്ന് ജീവിച്ച പോലെ. പണ്ട് ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട്, പഴയ നിയമത്തിന്റെ ആവശ്യമില്ല, പുതിയ നിയമം മാത്രം മതി. ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു യോഹന്നാൻ സൂര്യയുടെ മാത്രം മതി. മക്കളെ, തിരുവെഴുത്താണ് നമ്മൾ കൃത്യതയോടെ തെറ്റിപ്പോകാതെ നിലനിർത്തുന്നത്. അവരുമായിട്ടുള്ള ഇടപെടലുകളാണ് നമ്മുടെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ വളർച്ച ഹേതുവാക്കപ്പെടുന്നത്. ഞാൻ അതൊന്നുകൂടെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ യഹൂദിന്റെ പ്രശ്നം എന്തായിരുന്നു? യഹൂദിന്റെ പ്രശ്നം, ഇവര് പുസ്തകത്തെ ഇവരെ വ്യാഖ്യാനിച്ചു പഠിച്ചു. ഇതിൽ പറഞ്ഞവൻ ജനിച്ചത് അവർ അറിഞ്ഞില്ല. എന്നാൽ ഈ വിദ്വാൻമാരുടെ പ്രശ്നം എന്താണ്? അവര് നക്ഷത്രം കണ്ടപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടു. കേൾക്കുമുണ്ടോ മകൾ? നക്ഷത്രം കണ്ടപ്പോൾ അവർ ഇറങ്ങിപ്പുറപ്പെട്ടു. പക്ഷേ പുറപ്പെട്ടത് ദൈവത്താലാണ്.
പക്ഷെ ഇവര് മുൻപോട്ട് വന്നപ്പോൾ ഇവരുടെ സ്വഭാവത്തിൽ ആശ്രയിച്ചു, ഇവരുടെ പ്രകൃതിയിൽ ആശ്രയിച്ചു. നക്ഷത്രത്തിന്റെ പുറകെ പോകാതെ ഇവര് നോക്കിയേ, നേരെ ഇവരെ ബുദ്ധിക്കകത്ത് കൊട്ടാരത്തിലേക്ക് പോയി. കേൾക്കുന്നുണ്ടോ? രാജാവായി പിറന്നവൻ എവിടെയാ പിറക്കുക? രാജാവായി പിറന്നവൻ പിറക്കേണ്ടത് കൊട്ടാരത്തിൽ നിന്നുള്ള ബുദ്ധിയിൽ നിന്നുകൊണ്ട് ഇവര് നേരെ കൊട്ടാരത്തിലേക്ക് പോയി. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തുടങ്ങിയവ നക്ഷത്രത്തെ കണ്ടുകൊണ്ട്, പക്ഷെ മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ അതിനകത്ത് അവരുടെ പ്രകൃതി കയറിപ്പോയി. ആ പ്രകൃതി എപ്പോഴാ തിരിഞ്ഞത്? എപ്പോഴാണ്? അതിന്റെ 3-ാം വാക്യം എടുത്ത് 2-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യം വായിച്ച്. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ. ഇവർക്ക് യേശു ക്രിസ്തു എവിടെയാ ജനിക്കുന്നതെന്ന് ഇവർക്ക് അറിയാം. ആർക്ക്? മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ക്രിസ്തു എവിടെയാണ് ജനിക്കാൻ പോകുന്നതെന്ന് അറിയാം. അതെവിടെയുണ്ട്? അത് തിരുവഴുത്തിലുണ്ട്. പക്ഷെ തിരുവഴുത്തിലുള്ളവൻ എവിടെയാണ് ജനിച്ചതെന്ന് അവൻ ജനിച്ചു, അവരറിഞ്ഞിട്ടില്ല. അപ്പോൾ നക്ഷത്രം കണ്ട് ഇറങ്ങി പുറപ്പെട്ടവർ അവരുടെ സ്വപ്രകൃതിയിൽ വഴിതെറ്റിപ്പോയപ്പോൾ അവരെ കൃത്യതയിലേക്ക് തിരിച്ചു വിട്ടത് വീണ്ടും തിരുവെഴുത്ത് തന്നെയാണ്. കിട്ടിയോ? തിരുവെഴുത്തുള്ളവൻ അവനെ അറിഞ്ഞില്ല, അവൻ ജനിച്ചു പറഞ്ഞില്ല. പക്ഷെ ആരറിഞ്ഞു? വിദ്വാൻമാർ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? നക്ഷത്രത്തിൽ അറിഞ്ഞു. പക്ഷെ അവരും അവരെ പ്രകൃതിയിൽ തെറ്റിപ്പോയി. അപ്പൊ എന്തുണ്ടായത്? യഹൂദനും പ്രകൃതിയാൽ തെറ്റിപ്പോയി, ജാതിയും പ്രകൃതിയാൽ തെറ്റിപ്പോയി. യഹൂദൻ തിരുവഴുത്തിൽ പറഞ്ഞവൻ ജനിക്കുന്നത് അറിഞ്ഞില്ല, ജാതിയോ അറിഞ്ഞു, നക്ഷത്രത്തിൽ കൂടെ അറിഞ്ഞു. പക്ഷെ വരുന്ന വഴിക്ക് അവരെ പ്രകൃതിയാൽ തെറ്റിപ്പോയി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭയങ്കര ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ ഈ ഒറ്റ തെറ്റല് കാരണം അവന്റെ 16-18 വാക്യം വായിച്ച്. 16-17 വാക്യം. 16-17. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. അപ്പൊ ഈ ഒറ്റ കൂട്ട കൊലപാതകം ഇസ്രായേലിൽ, യെരൂശലേമിൽ, റാമയിൽ നടക്കാൻ ഒറ്റ കാരണം വെളിപ്പാടിൽ പുറപ്പെട്ടു, പ്രകൃതിയിൽ, സ്വഭാവത്തിൽ, അറിവിൽ കൊട്ടാരത്തിൽ പോയി കയറി. കേൾക്കുന്നുണ്ടോ? സ്പിരിച്വൽ യാത്രയിൽ ദൈവിക ദർശനത്തിൽ പുറപ്പെടുന്നവർ അത് വിട്ട് മാറിപ്പോയാൽ ഉണ്ടാകുന്ന അപകടമാണ് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ അകത്ത് കയറേണ്ട പ്രധാനപ്പെട്ട പാഠം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായ ഒരു സമർപ്പണം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ബൈബിൾ മാത്രം നിങ്ങൾ പഠന വിഷയമാക്കി കൊണ്ട് നടക്കരുത്. ബൈബിളിൽ പറയുന്ന പാഠ്യമായവൻ നമ്മുടെ മുമ്പിൽ നിയോഗങ്ങളുമായി, വിഷനുകളുമായിട്ട് ഇറങ്ങി വരുന്നവനാണ്. എന്നാൽ വിഷൻ മാത്രമായിട്ട് നടക്കരുത്. ചിലർക്ക് ഈ ദൈവിക ഇടപെടലൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയാൽ, ദർശനം ഉണ്ടായാൽ, സ്വപ്നം ഉണ്ടായാൽ, എൻകൗണ്ടർ ഉണ്ടായാൽ പിന്നെ അവർക്ക് എന്ത് വേണ്ട? തിരുവെഴുത്ത് വേണ്ട. കർത്താവ് സംസാരിച്ചു. കുഴപ്പം, കർത്താവ് സംസാരിച്ച സംസാരം കേട്ട് നീ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിന്റെ സ്വഭാവം അതിനിടയിൽ കയറി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ നീ തിരുവെഴുത്തിന്റെ വെളിപ്പാടുള്ളവനാണെങ്കിൽ കൃത്യമായി ദൈവാത്മാവ് നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും. ഓക്കെ, ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അകത്ത് കിടക്കണം ഇത് കേട്ടോ. ദൈവിക ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എത്ര ഉയർന്ന ആത്മതലത്തിലെ വെളിപ്പാടുകളും ദർശനങ്ങളും ഉണ്ടായാലും ആ ദർശനങ്ങളെ നിവർത്തിക്കുവാൻ നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കിട്ടിയോ? ഇത് രണ്ട് തലത്തിൽ നിൽക്കുന്ന ഒരു ആത്മലോകത്താണ് നാം ജീവിക്കുന്നത്. ചിലർ പറയും ബൈബിൾ മാത്രം മതി, അവർക്ക് ഈ ആത്മമണ്ഡലത്തിലുള്ള അനുഭവങ്ങളെയും വളർച്ചയെയും വിമർശിക്കുന്നവരാണ്. ചിലർ ഇതിനകത്ത് മാത്രമാണ്. പഠനത്തിനൊന്നും ആവശ്യമില്ല, ബൈബിളിന്റെ ഒന്നും ആവശ്യമില്ല. തെറ്റിപ്പോകരുത്. രണ്ടും വേണം. എങ്കിൽ മാത്രമേ ദൈവിക ഡെസ്റ്റിനിയിലേക്ക്
നമുക്ക് അവരെ എത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നിങ്ങൾ അതിന്റെ അതിന്റെ 9-10 വാക്യത്തിലേക്ക് വന്ന് നിങ്ങൾ 9-10 വാക്യത്തിലേക്ക് വന്നേ. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം 7-ാം വാക്യം. അപ്പോൾ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു ആ. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. ആ, അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. ആരെ ബെത്ലഹേമിലേക്ക് അയച്ചു? വിദ്വാൻമാരെ എവിടേക്ക് അയച്ചു? ബെത്ലഹേമിലേക്ക് അയച്ചു. ഇവരാരെങ്കിലും ഒരാൾ പോയോ? മഹാപുരോഹിതന്മാരോ, ശാസ്ത്രിമാരോ, പുരോഹിതന്മാരോ, രാജാവോ, രാജകൊട്ടാരത്തിലെ ഏതെങ്കിലും കിങ്കരന്മാരോ ആരും ഇവിടേക്ക് പോയില്ല. ഹലോ, ആരും ഇവിടേക്ക് പോയില്ല. ബെത്ലഹേമിലേക്ക്. നിങ്ങളാണെങ്കിൽ പോകാതിരിക്കൂ. ഞാനാണെങ്കിൽ ചാടിപ്പോയത്. കാരണം നമ്മൾ കുറെ കാലമായിട്ട് എന്ത് കാത്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മളൊരു ഉണർവ് ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒരു ഉണർവിന്റെ ചലനം നടന്നാൽ എന്തുകൊണ്ടാണ് ഓടിപ്പോണേ നമ്മള്? ഞാൻ കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഉണർവ് നടന്നാൽ നാളേക്ക് നാളെ 1% സാധ്യതയുണ്ട് ഞാൻ അവിടെ എത്തും കേട്ടോ. ഒന്ന് കാണാൻ വേണ്ടിയാണ്. എനിക്ക് കാണണം, എനിക്ക് ഉണർവുണ്ടാകുന്നത് കാണണം. ആ തൃശ്ശൂർ ഉണ്ടായാൽ ഭാഗ്യം, കൃപ. അത് എന്താ പറയാ, തൃശ്ശൂർ വിട്ട് തിരുവനന്തപുരത്തുണ്ടായാൽ എനിക്ക് പണക്കൊന്നുമില്ല. തിരുവനന്തപുരക്കാർ കൂടുതൽ പ്രാർത്ഥിച്ചു, തിരുവനന്തപുരക്കാർ കൂടുതൽ വില കൊടുത്തു. എനിക്ക് ആഗ്രഹമുണ്ട് തൃശ്ശൂർ ഉണ്ടാക്കണമെന്ന്, ദൈവം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഉണ്ടായതുകൊണ്ട് എന്നാ പിന്നെ കുശുമ്പോണ്. ഓ, തിരുവനന്തപുരത്തുണ്ടായ ഉണർവല്ല, ഞാൻ അവിടേക്ക് ഇല്ല. എനിക്കിത് കാണണം. 1000-ങ്ങൾ 10,000-ങ്ങൾ ലക്ഷങ്ങൾ യേശുവിലേക്ക് വരുന്ന എനിക്ക് കാണണം. അത് കേരളത്തിലുണ്ടായ കേരളത്തില്, അത് ഇന്ത്യയിലുണ്ടായാൽ ഇന്ത്യയില്, വടക്കൻ സംസ്ഥാനത്തുണ്ടായ അവിടെ, അത് പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ചൈനയോ, എവിടെയാ അവിടെ എനിക്ക് കാണണം. എനിക്കത് കണ്ടേ പറ്റൂ. ഇത്രയും കാലഘട്ടം മൊത്തം നോക്കിയേ, ഈ ചരിത്ര പുസ്തകം അല്ലെങ്കിൽ ഈ പുസ്തകം മൊത്തം ചുമന്നുകൊണ്ട് നടക്കുക ആരാ? ശാസ്ത്രിമാരും. ഇവരകത്ത് പറയുന്ന ചട്ടം മൊത്തം ചെയ്തുകൊണ്ട് നടക്കുക, ശുശ്രൂഷ മൊത്തം ചെയ്തുകൊണ്ട് നടക്കുക പുരോഹിതന്മാർ. ഇവര് പറയുന്ന, പഠിപ്പിക്കുന്ന ഈ ചരിത്ര പുരുഷൻ അല്ലെങ്കിൽ ഈ നോക്കിയേ, നമ്മുടെ കർത്താവ് ജനിച്ചത് വിദ്വാൻമാർ വന്ന് പറയുക, ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു. ഉടമനെ അവരെല്ലാം കൂടെ സമ്മേളനം കൂടി, എവിടെയാണ് ജനിക്കുന്നത്? ഉടമനെ പുരോഹിതന്മാർ ശാസ്ത്രിമാരെ പറ്റി പറഞ്ഞു, അവൻ ബെത്ലഹേമിലാണ് ജനിക്കുന്നത്. എന്നാ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ പിന്നെ യാഗം അർപ്പിക്കാം. ഞങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങൾക്ക് ഇവിടെ മതത്തിന്റെ കുറെ പരിപാടിയുണ്ട്. ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ കോട്ടേജ് മീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റുകയില്ല. ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ സഹോദരി മീറ്റിംഗ് ക്യാൻസൽ ആക്കാൻ പറ്റുകയില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇവര് ചട്ടത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല. ഒരെണ്ണത്തിന് ആഗ്രഹമില്ല ജനിച്ച ദൈവത്തെ കാണാൻ പോവാൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചാടിക്കറി നാളെ ചർച്ച എന്ന് പറയുകയാണ്, ഞാൻ ദർശനം കണ്ടു, കർത്താവ് ഉണർവയക്കാൻ പോവുക. നീ കണ്ടോ? ഞങ്ങൾ ഇത് എന്തോരം കേട്ടേക്ക്, നീ പോയി കണ്ടിട്ട് വാ. എന്നിട്ട് അവിടെ വല്ല മതക്കൂങ്ങി വന്ന് പറ, കണ്ടെങ്കി വന്ന് പറ, അപ്പൊ ഞങ്ങൾ നോക്കാം വരണോ വേണ്ടത്. എന്തിനാ അറിയോ? കൊല്ലാൻ വേണ്ടി പോവുക. ഇനി ജനിച്ചത് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെ അവസാനിപ്പിച്ചതേ. ജനിക്കുന്നതിനെ മൊത്തം അവസാനിപ്പിക്കുന്ന ഒരു മതത്തിന്റെ ഭ്രാന്ത് തലക്കകത്ത് പിടിച്ച ഒരു കൂട്ടം പരീക്ഷന്മാരുടെ മടിയിലാണ് വെളിപ്പാടുള്ള ഒരു കൂട്ടം നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഒരു വാക്ക് പറയാം. നിങ്ങളൊരു സ്പിരിച്വൽ തലത്തിൽ വളരാൻ തുടങ്ങിയാൽ എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുമെന്നും എല്ലാവരും നിങ്ങൾ പറഞ്ഞ് ഇപ്പൊ തന്നെ നിങ്ങൾ കേൾക്കുമെന്നും നിങ്ങളുടെ പുറകെ വരുന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. നിങ്ങളെ കൊല്ലാൻ തുടങ്ങും അവര്. ആരും ആമേനൊന്നും പറയുന്നില്ല. നിങ്ങളെ അവരെ അവസാനിപ്പിക്കാണ്. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നോക്കി, നിങ്ങൾ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഹേരോദാവ് അവരെ ബെത്ലഹേമിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. വായിക്കുക, അതിന്റെ 7-ാം വാക്യം വായിക്കുക. എന്നാൽ ഹേരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു, നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അടുത്ത അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ.
കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. രാജാവ് പറഞ്ഞത് കേട്ട് എന്ത് ചെയ്തു? എന്തൊരു ഗതികേടാ ആലോചിച്ചേ. ദൈവം പറഞ്ഞിട്ട് പുറപ്പെട്ടവരല്ലേ അവര്. നീ എന്തിനാ ഇപ്പൊ രാജാവിന്റെ പുറകെ പോയത്? നിന്റെ പ്രകൃതിയല്ലേ അവിടെ എത്തിച്ചത്, നിന്റെ ചിന്തയല്ലേ നിന്നെ അവിടെ കൊണ്ട് കയറ്റിയത്. ദൈവം പറഞ്ഞാണ് നിന്നെ പുറപ്പെടുവിച്ചതെങ്കിൽ നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഒരു നിയോഗം നിന്റെ മേൽ അവൻ വെച്ചിട്ടാണ് നിന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ഗൂഗിൾ മാപ്പ് ഒന്നും ഇന്ന് കണ്ടുപിടിച്ചതല്ല കേട്ടോ. ഗൂഗിൾ മാപ്പ് ഇപ്പൊ ഇന്നാണ് എന്താ പറയാ നമ്മുടെ മൊബൈലിൽ വന്നത്. പക്ഷെ ആദ്യത്തെ ഗൂഗിൾ മാപ്പ് യെരുശലേമിനെ കിഴക്കുന്ന് തുടങ്ങി കറക്റ്റ് യേശു നിന്ന വീടിന്റെ മുമ്പിൽ എത്തിയപ്പോൾ അത് കറക്റ്റ് നിന്നു. വേറൊരു വീട്ടിൽ പോയി മുട്ടേണ്ട വന്നില്ല. ഹലോ, ഈ നക്ഷത്രം ഇവര് ഇടയിൽ പോയി കൊട്ടാരത്തിൽ പോയപ്പോ മാത്രം മറഞ്ഞു പോയതല്ലാതെ ഹേരോദാവ് പുറപ്പെടുവിച്ചപ്പോൾ ഇത് ഏത് വഴിക്കാ പോണ്ടേ, ഏത് സ്ട്രീറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നേരെ അത് നടത്തറ കോഴിക്കോട് അല്ല സോറി എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നെങ്കിൽ അത് നേരെ നടത്തറന്ന് നേരെ നെല്ലിക്കുന്ന് വട്ടക്കിണർ നേരെ പാർക്ക് സ്ട്രീറ്റ് നേരെ ഇങ്ങനെ വന്ന് രണ്ടാമത്തെ ലൈനിന്റെ ഇപ്പുറത്ത് ഇങ്ങനെ വരുമ്പോ ഇവിടെ എത്തുമ്പോ അറൈവ്ഡ് കറക്റ്റ് കാണിക്കും. ഒരു വീട്ടിൽ വേറെ പോയി മുട്ടണ്ട. ഇത് ഇപ്പോഴല്ലേ നമ്മൾ പഠിച്ചത് എത്ര വർഷമായി? ഗൂഗിൾ മാപ്പ് പഠിച്ചിട്ട് എത്ര വർഷമായി? ഗൂഗിൾ മാപ്പ് കണ്ടിട്ട് 2 വർഷം, അല്ല വേണ്ട 5 വർഷം പിടിച്ചു, വേണ്ട 10 വർഷം പിടിച്ചു, എനിക്കറിയില്ല കേട്ടോ എത്ര വർഷമായിരുന്നു. പക്ഷെ ആദ്യത്തെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് വിട്ടത് ഇവരെയായിരുന്നു. ആദ്യത്തെ ഗൂഗിൾ മാപ്പ് കറക്റ്റ് പോകുക. എവിടേക്ക് പോണേ? ബേത്ലഹേമിലേക്ക് പോകുകയാണ്. കറക്റ്റ് സ്ട്രീറ്റ്, കറക്റ്റ് പട്ടണം, കറക്റ്റ് വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ നക്ഷത്രം അവിടെ നിന്നു. മക്കളെ ഇനി പോണ്ടാട്ടോ, ഇതാണ് കറക്റ്റ് വീട്. ഈ നക്ഷത്രം എവിടെ നിന്നോ അതിന്റെ കറക്റ്റ് താഴെയുള്ള വീട്ടിലാണ് യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നത്. ഓ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളെ പുറപ്പെടുവിപ്പിച്ച ഒരുവൻ ഉണ്ടെങ്കിൽ എത്തിക്കേണ്ട കറക്റ്റ് സ്ഥലത്ത് അവൻ എത്തിക്കും. ഒരു ആമീൻ ധൈര്യത്തോടെ ഉറപ്പോടെ പറയാമെങ്കിൽ പറഞ്ഞോ, കർത്താവിന്. മറ്റൊരു വീടിന്റെ വാതിക്കൽ അവർക്ക് മുട്ടേണ്ടി വന്നില്ല. ക്ലിയറായ വിഷനിൽ ദൈവം അടുത്ത് കാണും. ഞാൻ ഉറപ്പോടെ പറയാം, മാനുഷിക പ്രകൃതികൾക്കോ മതത്തിന്റെ പഠനങ്ങൾക്കോ പുറകെ പോകാതിരുന്നാൽ ആത്മമണ്ഡലത്തിലെ അനുഭവങ്ങൾ തുറന്ന് നിങ്ങളെ നടത്താൻ തുടങ്ങിയ ദൈവം നിങ്ങളെ എത്തിക്കേണ്ടവർക്ക് എത്തിപ്പാൻ വിശ്വസ്തനാണ്. ഒന്നും നന്ദി കരമടിച്ച് പറയാമെങ്കിൽ പറഞ്ഞ കർത്താവിന്, അങ്ങനെ കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ ശക്തിയോടെ ഉണ്ട്. അവൻ നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ കരുത്തുള്ള കർത്താവാണ്. ഏത് വീട്, ഏത് വഴി, ഏത് പട്ടണം, ഒരൊറ്റ വീടിന്റെ മുമ്പിൽ മുട്ടേണ്ടി വരില്ല. ക്ലിയർ വിഷൻ തന്ന് കൃത്യമായി അവൻ നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. 9 വാക്യമാണ് നമ്മൾ വായിച്ചത്. 10 വായിച്ചു അവസാനിപ്പിക്കും. 10 വാക്യം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നക്ഷത്രം കണ്ടതുകൊണ്ട് ഒരിക്കൽ ദർശനങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു, ഒരിക്കൽ ഉണർവിനെ കുറിച്ച് കണ്ടു, ഒരിക്കൽ ദൈവപ്രവൃത്തിയെ കുറിച്ച് കണ്ടു. ഇടയിൽ സ്വപ്രകൃതിയിൽ സ്വഭാവത്തിൽ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇന്ന് രാവിലെ വേടിനാൽ വചനത്താൽ ആദ്യം കണ്ട റൂട്ടിലേക്ക് തിരിയാൻ തുടങ്ങുമെങ്കിൽ വീണ്ടും ആ വിഷനുമായിട്ട് അവൻ ഇറങ്ങി വരുന്നവനാണ്. അവർ വീണ്ടും നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിച്ചു. കാരണം ലക്ഷ്യം ഞങ്ങളുടെ അകത്തുനിന്ന് തെറ്റിപ്പോയി, ഞങ്ങൾ വഴിതെറ്റിപ്പോയി, ഞങ്ങൾക്ക് എവിടേക്ക് പോകണമെന്ന് അറിയാത്ത അവസ്ഥയിലായി പോയി, പുറപ്പെടുവിച്ചവനെ കാണാമായി. പക്ഷെ രണ്ടാമതവർ നക്ഷത്രം കണ്ടു, അവരുടെ അകത്ത് സന്തോഷം വരാൻ തുടങ്ങി. അവർ അത്യന്തം സന്തോഷിച്ചു. ഇനി 11 വാക്യം ഞാൻ ആ വാക്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 11 വാക്യം വായിച്ചേ. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. കേക്ക്. ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ, ഏത് വീട്ടിൽ? നക്ഷത്രം നിന്ന വീട്ടിൽ. ഏത് വീട്ടിൽ? യഹൂദന്മാരെ രാജാവ് പിറന്ന വീട്ടിൽ. ഏത് വീട്ടിൽ? യഹൂദന്മാരെ രാജാവ് പിറന്നവല്ല, കിടത്തിയ വീട്ടിൽ, കിടക്കുന്ന വീട്ടിൽ. പിറന്ന വീട്ടിൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. യഹൂദന്മാരെ രാജാവിനെ കിടത്തിയിരിക്കുന്ന വീട്ടിൽ. ആ വീട്ടിൽ ചെന്നു. കണ്ടോ, എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് വീടുകൾ ഭൂമിയിൽ പല സ്ഥലങ്ങളിൽ നിരന്നു കിടക്കുമ്പോൾ കറക്റ്റ് വീട്ടിൽ,
കറക്റ്റ് സ്ഥലത്ത്. ഇതൊക്കെ നിങ്ങൾ പറയും, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെ ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ കഥ കേട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഈ കഥ കേട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. വഴി തെറ്റിപ്പോകാവുന്ന ആയിരക്കണക്കിന് വഴികളുള്ള നാട്ടിലൂടെ മുഖ്യ മാർഗനിർദ്ദേശം അറിയുവാൻ കരുത്തുള്ള ആരും കൂടെ ഇല്ലാതിരിക്കെ കറക്റ്റ് സ്ഥലത്ത് നിന്നെ അവൻ എത്തിച്ചിരിക്കും. ആ വീട്ടിലവർ ചെന്നു, ആ വീട്ടിലവർ ചെന്നു, ആ വീട്ടിലവർ ചെന്നു. കേൾക്കണേ, അടുത്ത പദം കേൾക്കണേ. ആ വീട്ടിലവർ ചെന്നു. അടുത്ത വാക്ക്, ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു. ശിശുവിനെ കണ്ടു, ശിശുവിനെ കണ്ടു. കണ്ടപ്പോ കൂടെ ആരുണ്ട്? മറിയുണ്ട്, മറിയുണ്ട്. മറിയത്തെ അമ്മ, ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു. എന്നിട്ട് അടുത്ത വാക്ക്, അടുത്ത വാക്ക്, അടുത്ത വാക്ക്, വീണ് യേശുവിന്റെ ശൈശവ നമ്മൾ പഠിക്കുന്നേ, യേശുവിന്റെ യൗവനം നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് ഒരു കൂട്ടം ആളുകൾ അവന്റെ അടുക്കൽ വന്ന് അവനെ ആരാധിക്കുകയാണ്. യേശുവിനെ അവർ ആരാധിച്ചു, അവർ ആരാധിച്ചു. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമം നമ്മൾ ഈ സുവിശേഷം പഠിക്കുന്നത് നമുക്ക് സുവിശേഷീകരണത്തിനും പല ആളുകളുടെ ചോദ്യോത്തരങ്ങൾക്കൊക്കെ ഇത് മറുപടി നൽകാൻ പറ്റുന്ന കുറെ പാഠങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. യേശുവിന്റെ അമ്മ ആരാധന സ്വീകരിക്കുന്നില്ല എന്നതിന് തെളിവരി വാക്യമാണിത്. അപ്പൊ പിന്നെ വായിക്കും, വീണ് അവനെ ആരാധിച്ചു. ശരി, യേശുവിനെ ആരോടുകൂടിയാ കണ്ടത്? മറിയത്തോടുകൂടി കണ്ടത്. യേശു 2 വയസ്സിൽ താഴെയുള്ള കൊച്ചല്ലേ. അപ്പോൾ അമ്മ അവന് എടുത്തേക്കാണ്, എടുത്തിരിക്കുകയായിരിക്കാം. അപ്പൊ എടുത്തിരിക്കുന്ന മറിയ കൊച്ചിനെ യേശുവിനെ എടുത്തിരിക്കുന്ന അമ്മയും മറിയയും യേശുവും. അപ്പൊ മറിയ യേശുവിന്റെ മുമ്പിൽ അവർ വീണ് ആരാധിച്ചപ്പോൾ ഓട്ടോമാറ്റിക് തൊട്ടടുത്ത് ആരുണ്ട്? തൊട്ടടുത്ത് ആരുണ്ട്? മറിയുണ്ട്. നാട്ടുകാർ കാണുമ്പോൾ, പുറമെ നിന്നുള്ള ആൾക്കാർ കാണുമ്പോൾ ഇവർ ആരുടെ മുമ്പിലാണ് കിടക്കുന്നേ? മറിയത്തിന്റെ മുമ്പിലും യേശുവിന്റെ മുമ്പിലും ആണോ? ഞാൻ പറഞ്ഞ യേശുവിന്റെ കൊച്ചുകുട്ടിയായിട്ട് കാണ്. ആ കൊച്ചുകുട്ടിയായ യേശുവിനെ കൈക്കകത്ത് പിടിച്ചേക്കുക, അല്ലെ വേണ്ട തൊട്ടടുത്ത് കിടത്തിരിക്കുന്നു. രണ്ടാണെങ്കിലും ആരൊക്കെ ഉണ്ട് അവിടെ? മറിയും ഉണ്ട്, യേശുവുണ്ട്. കണ്ടവർ രണ്ടുപേരെ ഒരുമിച്ച്. ആരാധന വിഷയം വന്നപ്പോൾ മത്തായി എടുത്തെഴുതി, കണ്ടത് രണ്ടുപേരെ, ആരാധിച്ചത് ഒരുവനെ മാത്രം. മറിയത്തെ ആരാധിക്കുന്ന ആളുകളോട് നമുക്ക് കണ്ണിങ്ങായിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണിത്. യേശു അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ യേശുവിന്റെ 2 വയസ്സ് താഴെയുള്ള പ്രായത്തിലൊരു കൊച്ച് തന്റെ മുമ്പിൽ വീണ് കിടക്കുന്ന ആരാധിക്കുന്നവരെ മനുഷ്യനെന്ന പോലെ അറിയുന്നുണ്ടോ? ഇല്ല. പക്ഷെ മത്തായി എഴുതി വെച്ചു, അവന്റെ പ്രായമല്ല വിഷയം, അവൻ ആരാണെന്നുള്ളതാണ് വിഷയം. അവൻ ആരാധന സ്വീകരിക്കുന്നവൻ, അവന് മാത്രമാണ് ആരാധന. മറിയത്തെ ആരാധിക്കാൻ പാടില്ല. കാരണം യഹൂദ മതത്തിൽ ഒറ്റ മനുഷ്യനെയും മനുഷ്യർ ആരാധിക്കരുത്. അതുകൊണ്ട് ആരാധന യേശുവിന് മാത്രം. മറിയത്തിന് ബഹുമാനം ഇരുന്നോട്ടെ. നിങ്ങൾ മറിയത്തെ കൊച്ചായി കാണുന്നു, പറയുന്നു, കളിയാക്കൊന്നും ചെയ്യരുത്. ഒറ്റയാള് മറിയത്തെ കളിയാക്കരുത്. മീൻസ് അവരെ കത്തോലിക്കരെ കളിയാക്കാൻ വേണ്ടി മറിയത്തെ അവഹേളിക്കരുത്. നിങ്ങൾ മാതാവിന് എന്താ കാര്യം? മാതാവിന് കാര്യമുണ്ട്. മാതാവ് സഹിച്ച സഹനം നിങ്ങൾ ആരും അതിന്റെ 7 അയൽവക്കത്തിൽ കൂടെ എത്തില്ലല്ലോ. പക്ഷെ സഹിച്ചതുകൊണ്ട് അത് ആരാധന സ്വീകരിക്കാനുള്ള അടിസ്ഥാനമാണെന്ന് ചിന്തിക്കരുത്. ആരാധന യേശുവിന് മാത്രം. ഓക്കെ, അത് പറഞ്ഞ് ഞാൻ സമയം കൂടുതലെടുത്തു അല്ലേ. അടുത്ത 3 വാക്ക്, അടുത്ത വാക്കോട് വായിച്ചോ. എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. നീ എന്ത് പറ്റി ഇന്ന്? വായിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ചു. നോക്കിയേ, യേശുവിന്റെ മുമ്പില് അവനെ ആരാധിക്കുക മാത്രമല്ല, പൊന്ന്, മൂര്, കുന്തിരിക്കം ഇവ കാഴ്ചവെച്ചു. പൊന്ന്, മൂര്, മുന്തിരിക്കം. ഈ യേശുവിന്റെ പ്രത്യേകത, ഒന്നവനെ ആരാധിക്കുന്നു. ഇത് അപ്പൊ ഈ യഹൂദന്മാരെ ചിത്രം വെച്ചാൽ ഇത് ഭയങ്കര അത്ഭുതമാണ്. നടക്കാൻ പാടില്ല, ഒരു ആരാധന നടക്കാൻ പാടില്ല. ഒരു കൊച്ചിനെ, ഒരു മനുഷ്യനെ ആരാധിക്കാൻ പാടില്ല. കാരണം ഇത് സാധാരണ കൊച്ചല്ല. യെശയ്യാവ് പ്രവചിച്ചു വെച്ചു. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എടുത്ത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. വായിക്കേ,
ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ആ. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. കണ്ടോ? അപ്പൊ ഇവൻ ആരാണ്? ഇവൻ നിത്യപ്രഭുവാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവാണ്. അപ്പൊ എവർലാസ്റ്റിംഗ് ഫാദറാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഇവൻ എവർലാസ്റ്റിംഗ് ഫാദർ ആണെന്ന് കാണുമ്പോൾ വരുന്നവനാണ് ആരാധനം. അപ്പോൾ യേശുവിന്റെ ജനനത്തിലും ശൈശവത്തിലും അവൻ അത്ഭുത ശിശുവാണ്. അവൻ എവർലാസ്റ്റിംഗ് ഫാദർ ആണ്. ഇവർ ഒരുമിച്ച് യേശുവിനെ ആരാധിക്കുന്നു. എന്നിട്ട് അവർ യേശുവിന് മുമ്പിൽ കാഴ്ചവെച്ചത് 3 ഘടകങ്ങളാണ്. 1 പൊന്ന്, 2 മൂര്, പൊന്ന്, കുന്തിരിക്കം. അങ്ങനെയാണ് ഓർഡർ കിടക്കുന്നത് അല്ലെ? പൊന്ന്, കുന്തിരിക്കം, മൂര്. ഓക്കെ. ഞാൻ എപ്പോഴും പൊന്ന്, മൂര്, കുന്തിരിക്കം എന്ന് പറഞ്ഞ് ഓർഡർ തെറ്റി തലയിൽ ഞാൻ അകത്ത് കിടക്കുന്നത്. ഓക്കെ, സാരമില്ല, അങ്ങനെ മതി. പൊന്ന്, കുന്തിരിക്കം, മൂര്. പൊന്ന് എന്തിനെ കാണിക്കുന്നതാണ്? പൊന്ന് ഇനി പറയാൻ പോകുന്ന വ്യാഖ്യാനം ഇത് പൊന്ന്, കുന്തിരിക്കം, മൂര്. എനിക്കറിയില്ല കേട്ടോ, വിദ്വാൻമാർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കൊണ്ടുവച്ചതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന വെളിപ്പാടൊന്നും അവരുടെ അകത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നിയോഗം തന്നാൽ അതിനകത്ത് വെളിപ്പാടുകൾ മറച്ചു വച്ചിരിക്കും. ഇവരിതൊന്നും അറിയാണ്ട് കൊണ്ട് കാഴ്ചവെച്ചത്. പക്ഷെ അത് 3 കാഴ്ചവെക്കുന്ന, അത് 3 വിളിച്ചു പറയുന്ന 3 സന്ദേശങ്ങളുണ്ട്. ഞാനിപ്പോ അത് ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാത്തിലേക്കും കൂടെ നമുക്ക് ഇന്ന് പോകാൻ പറ്റുകയല്ല. നമുക്ക് ഇപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് നിർത്തിയേ പറ്റുള്ളൂ. 1 പൊന്നാണ്. പൊന്നിന്റെ പ്രത്യേകത, പൊന്ന് ദൈവിക സ്വഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പൊന്ന് ദൈവപ്രകൃതിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പൊന്ന് ദൈവപ്രകൃതിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പൊന്ന് 2 കുന്തിരിക്കമാണ്. കുന്തിരിക്കം അത് പുനരുത്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. 3 മൂര് അത് യേശുവിന്റെ മരണത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അടുത്ത വ്യാഖ്യാനം, 1 അത് രാജ്യത്വമാണെങ്കിൽ, മറ്റൊന്ന് അത് പൗരോഹിത്യമാണെങ്കിൽ, 3 അത് പ്രവാചക ശബ്ദമാണ്. യേശുവിന്റെ രാജ്യത്വം, പ്രവാചകൻ, പൗരോഹിത്യം, 3 ഓഫീസുകൾ ഇതിലൂടെ തുറക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, എനിക്കിപ്പോ അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. ഇത് 3 ഞാൻ പറയാം. 1 ദിവ്യ സ്വഭാവം, ദൈവിക സ്വഭാവം. 2 കുന്തിരിക്കം, അത് പുനരുത്ഥാന സ്വഭാവം, പുനരുത്ഥാനത്തിന്റെ അവസ്ഥ. 3 മൂര്, അത് അവന്റെ മരണത്തെ കാണിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിന് ഒരു ചെറിയ വ്യാഖ്യാനം പറഞ്ഞപ്പോ നിർത്താം. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തത് മരിച്ച ശേഷമാണ്. പക്ഷെ അവൻ ജീവിക്കുമ്പോഴേ പുനരുത്ഥാനമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ അവൻ ആരാണ്? അവൻ മരിക്കുന്നതിന് മുമ്പ് ബഥാനിയിലെ ലാസറിന്റെ വീട്ടിൽ വന്നപ്പോൾ സഹോദരിമാരോട് പറഞ്ഞു, മക്കളെ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനമായവനല്ല, ഞാൻ ഇപ്പോഴേ പുനരുത്ഥാനമാണ്. ആ യേശുക്രിസ്തു അവൻ പുനരുത്ഥാനമാണെന്ന് വിദ്വാൻമാർ അറിഞ്ഞോ അറിയാതെയോ, അറിയാതെ എന്നുള്ളതാണ് കറക്റ്റ്, പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവന്റെ കാൽക്കൽ മുന്തിരിക്കവും മൂരും പൊന്നും കാഴ്ചവെച്ച് അവൻ ആരാധിക്കുക. ഇവൻ പുനരുത്ഥാനമാണ്. യഹൂദന്മാരറിഞ്ഞില്ല കേട്ടോ, ശാസ്ത്രിമാരറിഞ്ഞില്ല കേട്ടോ, യഹൂദന്മാരറിഞ്ഞില്ല, ശാസ്ത്രിമാരറിഞ്ഞില്ല, പുരോഹിതന്മാരറിഞ്ഞില്ല, മഹാപുരോഹിതരറിഞ്ഞില്ല, രാജാവ് അറിഞ്ഞില്ല. പക്ഷേ പക്ഷിപിള്ളേർ അറിഞ്ഞു, ഇവൻ പുനരുത്ഥാനമാണ്, ഇവൻ മരിക്കാൻ ജനിച്ചവനാണ്, ഇവൻ മരിക്കുക മാത്രമല്ല മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നവനാണ്. യേശുവിന്റെ ജീവിതവും അവൻ എന്ന വ്യക്തിത്വവും പുനരുത്ഥാനത്തിലാണ് നടന്നത്. അവൻ പുനരുത്ഥാനം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അവിടെ അടുത്തത് അവൻ മൂരാണ്. അവൻ മുമ്പിൽ കാഴ്ചവെച്ചത് മൂര്.
മൂരെന്ന് പറഞ്ഞാൽ അത് മരണത്തെ, യേശുവിന്റെ മരണത്തെ കാണിക്കുന്നതാണ്. മരണത്തെ കാണിക്കും. സത്യത്തിൽ യേശു മരിച്ചത് 33 തിരുവയസ്സിലാണ്. യേശു ക്രിസ്തു മരിച്ചത് 33 തിരുവയസ്സിലാണ്. പക്ഷെ അവന്റെ ജീവിതം മുഴുവൻ അവനിൽ തന്നെ മരിച്ചു ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം വന്ന് അങ്ങ് പെട്ടെന്ന് മരിക്കുകയല്ലായിരുന്നു. നിങ്ങൾ അവന്റെ ജീവിതം ശ്രദ്ധിക്കേ. ഇപ്പം ഈ 12ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ പിതാവിന്റെ ബിസിനസ്സിൽ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പനമ്മമാർ അവൻ കൂടെയുണ്ടെന്നുള്ള ചിന്തിച്ച് അവർ തിരിച്ചു വന്നിട്ട് അപ്പനമ്മയും വന്ന് അവനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവൻ പിതാവിന്റെ ബിസിനസ്സിലിരിക്കുക. അവൻ ദൈവമല്ലേ, അവൻ ദൈവാലയത്തിലിരിക്കല്ലേ. അപ്പൊ ആ സമയത്ത് അവര് വന്ന് പറയുമ്പോൾ അവൻ തിരിച്ചു പറയുന്നത് എന്താ? എവിടെയെങ്കിലും മാതാപിതാക്കളോട് അവൻ വിമർശനത്തിലോ അവഹേളനത്തിലോ വില കുറച്ചോ സംസാരിക്കുന്നുണ്ടോ? അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു അല്ലല്ലേ നാം വായിക്കുന്നത്? അവനെ മതത്തിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു എന്നല്ലേ നാം വായിക്കുന്നത്? അപ്പോൾ യേശു മരിക്കുന്നത് മാത്രമല്ല അവന്റെ മരണം, അവന്റെ ജീവിതം മുഴുവൻ അവനെ മരണത്തെ പ്രതിനിധാനം ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി. സ്വയം വെളിപ്പെടുത്താതെ പിതാവിന്റെ ശബ്ദം കേട്ട് അത് മാത്രം ചെയ്ത് ഒരു ദിവ്യ സ്വഭാവത്തിന് വേണ്ടത് മുഴുവൻ വെളിപ്പെടുത്തി മരിച്ചുകൊണ്ട് ജീവിക്കുക. എല്ലായിടത്തും എവിടെ ചെന്നാലും. ഞാൻ ഇപ്പൊ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മാതാപിതാക്കളുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, നോക്കിയേ, ആലയത്തിനകത്ത്, എല്ലായിടത്തും സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്നിലും തന്റെ സ്വയം വെളിപ്പെടുവാൻ അനുവദിക്കാതെ പിതാവിന്റെ ഇഷ്ടം മാത്രം കേട്ടുകൊണ്ട് കാൽവറിയിലെ മരണത്തിന് മുമ്പ് തന്നെ അവൻ മൂരായി ജീവിക്കുകയാണ്. കാരണം അവൻ പുനരുത്ഥാനമാണ്. ഇത് തന്നെയാ ബൈബിൾ പറഞ്ഞത്. യേശുവിന്റെ മരണം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുത്തിയാൽ അവന്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. മൂരം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടാൽ പിന്തിരിക്കം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. പുനരുത്ഥാന ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മൾ കുറെ ബഹളങ്ങളോ, കുറെ ശബ്ദകോലാഹലങ്ങളോ, കുറെ വിശ്വാസമോ പുനരുത്ഥാനത്തിന്റെ ശക്തി തുറക്കുന്ന വിശ്വസിക്കുന്നവർ. പുനരുത്ഥാനത്തിന്റെ ശക്തി തുറക്കുന്നവല്ല, അവനിൽ വിശ്വസിക്കുമ്പോൾ ആദ്യം മടക്കുന്നവ അവയവങ്ങളിൽ മരണമാണ്. ചിന്തക്കകത്ത്, തീരുമാനങ്ങളുടെ അകത്ത് ദൈവഗതം വിട്ടുള്ള ചിന്തകളിലേക്കും ആഗ്രഹങ്ങളിലേക്കും സ്വഭാവത്തിലേക്കും പോകാൻ അനുവദിക്കാതെ വണ്ണം നമ്മുടെ ചിന്തക്കകത്ത് എല്ലാം അവൻ ആരാണെന്നുള്ള വെളിപ്പാട് വരാൻ തുടങ്ങും. അവൻ പിതാവാണ്, അവൻ ദൈവമാണ്, അവൻ ദൈവ സ്വഭാവമുള്ളവനാണ്, അവൻ ദൈവമാണ്, അവൻ അത്ഭുത കുഞ്ഞാണ്, അവൻ പുനരുത്ഥാനമാണ്. അവൻ പുനരുത്ഥാനമാണെങ്കിൽ നിന്റെ വീട്ടിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി തുറക്കും. അവൻ പുനരുത്ഥാനമാണെങ്കിൽ നിന്റെ തലമുറകളുടെ മേൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി തുറക്കും. അവൻ പുനരുത്ഥാനമാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഏത് മേഖലയിലും അത് വെളിപ്പെടും. പക്ഷെ അതിനു മുമ്പ് നിന്നിലെ മൂര് വെളിപ്പെടണം, നിന്നിൽ അവന്റെ മരണം വെളിപ്പെടണം. നീ എല്ലാത്തിനു മുമ്പിൽ നിശബ്ദനാകണം, ദൈവഗതത്തിന് വേണ്ടി മാത്രം വിട്ടുകൊടുക്കണം. നിന്റെ മനസ്സിനകത്ത് ദൈവത്തിന്റെ പരമാധികാരത്തില് ഉറപ്പ് വരണം. നീ ധൈര്യത്തോടെ പറയണം, അവൻ അത്ഭുത പുരുഷനാണ്, അവൻ അത്ഭുത ശിശുവാണ്, അവനാണ് ജനിച്ചതെങ്കിൽ അവൻ കുന്തിരിക്കമാണ്, അവൻ മൂരാണ്, അവൻ പുനരുത്ഥാനമാണ്, അവൻ മരിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. മരിക്കാൻ വേണ്ടി ജനിച്ച ലോകത്തിലെ ഏക വ്യക്തിയായ യേശു കാൽവറിയിലെ മരണത്തിൽ മാത്രമല്ല അവൻ മരിച്ചത്, അവന്റെ ജീവിതം മുഴുവൻ ഒരു മരണമായിരുന്നു. പിതാവിന് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് അവൻ പോയിട്ടില്ല, പിതാവിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് അവൻ പറഞ്ഞിട്ടില്ല, പിതാവിന് ഇഷ്ടമില്ലാത്ത ഒന്നും അവൻ കണ്ടിട്ടില്ല. കാൽവറിയിലെ മരണം മാത്രമല്ല യേശുവിന്റെ മരണം, അവന്റെ ജീവിതം ഒരു മരണമായിരുന്നു. നമ്മുടെയും ജീവിതം ഒരു മരണമാകട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 4:11 യേശുവിന്റെ മരണം നമ്മുടെ ശരീരങ്ങളിൽ വഹിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ അവന്റെ മരണം നിങ്ങളുടെ ശരീരത്തിന്മേൽ, അവയവങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. അത് ജീവനാലാണ് വെളിപ്പെടുന്നത്. അത് വെളിപ്പെട്ടാൽ പുനരുത്ഥാനം നിങ്ങളിൽ വെളിപ്പെട്ടു. യേശുവിന്റെ ജനനത്തിങ്കൽ വിദ്വാൻമാർ അവന്റെ അടുക്കലെത്തി.
അവരെ അവൻ ആരാധിച്ചു. യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ ദേണ്ടേ പിറന്നിരിക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ. ഈ പിറന്ന പട്ടണം യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതാണ്, ഏറ്റവും ചെറിയ പട്ടണം. പക്ഷേ ജനിച്ചവൻ രാജാവാണ്. ജനിച്ചവൻ രാജാവാണെങ്കിൽ ജനിച്ച പട്ടണം ഏറ്റവും ചെറുതായി കൊള്ളട്ടെ, ഏറ്റവും പ്രാധാന്യമുള്ള പട്ടണമായി നീ മാറാൻ പോവുക. യഹൂദ ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം ഒഴുകി വരുന്ന പട്ടണമായി ബത്ലഹേം മാറി. എന്തുകൊണ്ടെന്നറിയോ? ജനിക്കേണ്ടവൻ അവിടെ ജനിച്ചു. കേൾക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്രകാരം പട്ടണങ്ങൾ, യഹൂദ പട്ടണങ്ങളുണ്ട്. ഞാൻ അവിടെ പോയ സന്ദർഭത്തിൽ ഏറ്റവും അധികം തിരക്ക് ഞങ്ങൾ കണ്ടത് ബത്ലഹേമിലാണ്. ഇഷ്ടപ്രകാരം പട്ടണം അപ്പുറത്തുണ്ട്. പിടിച്ച് ഒതുക്കാൻ കഴിയാത്ത തിരക്കാണ് അവിടെ. കാരണം മറ്റൊന്നുമില്ല, ഏറ്റവും ചെറിയ പട്ടണം, പക്ഷേ ഏറ്റവും വലിയവൻ അവിടെ ജനിച്ചു. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഈ ആൾക്കാർ പാസ്റ്റർ ഞാനൊന്നുമല്ല പാസ്റ്റർ, ഞാൻ ഏറ്റവും ചെറിയവനാ പാസ്റ്റർ, ഞാൻ ആരും അല്ലാത്തവനോ പാസ്റ്റർ, എനിക്കൊന്നും അറിയില്ല പാസ്റ്റർ. ഒന്നും വേണ്ട. ഏറ്റവും വലിയവൻ നിന്റെ അകത്ത് ജനിച്ചിട്ടുണ്ട് എന്ന ബോധം അകത്ത് വന്നാൽ അവസ്ഥ മൊത്തം മാറും. ഈ ബോധം കർത്താവേ ഒന്ന് തരണേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചിരിക്കുകയാണ്. കർത്താവെ ഇതെല്ലാം എന്റെ തലയ്ക്കകത്തൊന്ന് തുറന്നു തരണം കർത്താവെ. യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഞാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കഴിവില്ലാത്തവനാണ് ഞാൻ, ഏറ്റവും പഠനമില്ലാത്തവനാണ് ഞാൻ, ഏറ്റവും അറിവില്ലാത്തവനാണ് ഞാൻ. പക്ഷേ നീ എന്നിൽ ജനിച്ചവനാൽ ഇന്ന് ഇസ്രായേൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പട്ടണമാണ് ബത്ലഹേം പട്ടണം. വേറെ ഒന്നുകൊണ്ടല്ല, മതിൽ കൊണ്ടല്ല, ആലയത്തിന്റെ മഹിമ കൊണ്ടല്ല, പുരോഹിതന്മാരുടെ എണ്ണം കൊണ്ടല്ല, മഹാപുരോഹിതന്മാരുടെ എണ്ണം കൊണ്ടല്ല, പർവ്വതനിരകളുടെ മഹത്വം കൊണ്ടല്ല, അവിടെയുള്ള മറ്റൊരു പ്രാപ്തി കൊണ്ടല്ല. ജനിക്കേണ്ടവൻ ജനിച്ചു. അവൻ ജനിച്ചാൽ ഏറ്റവും ചെറുതാണെങ്കിലും നിന്നെ കർത്താവ് ഉയർത്താൻ പോകും. ഈ ക്ലാസിന്റെ യേശുവിന്റെ യൗവനത്തിന്റെ പ്രാരംഭ ഭാഗം, ജനിക്കേണ്ടവൻ ജനിച്ചാൽ അവൻ നിന്നെ ഏറ്റവും ശക്തിയോടെ ഉയർത്താൻ തുടങ്ങും. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുക, തക്ക സമയത്ത് അവൻ നിങ്ങൾ ഉയർത്തും. അതുകൊണ്ട് യേശു ജനിച്ചു. ജനനം അവർ തിരിച്ചറിഞ്ഞു. ഞാൻ ഇനി എല്ലാം കൂടെ പറയാൻ പോയാൽ സമയം പോകുന്നുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കും. രണ്ട് കാര്യം പ്രധാനപ്പെട്ടത് യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഒന്ന് വചനത്തിൽ പറഞ്ഞ സ്ഥലത്ത് സമയത്ത് അവൻ ജനിച്ചു. പക്ഷെ അവരറിഞ്ഞില്ല. അറിയാതെ പോകരുത്. ബൈബിളിന്റെ മുമ്പിൽ ഇരുന്ന് പഠിച്ച് ഗ്രീക്കും എബ്രാഹിം എല്ലാം കൂടെ പഠിച്ച് ജനിച്ചവൻ അറിയാതെ പോകരുത്, ജനിക്കുന്നവനെ അറിയാതെ പോകരുത്. എന്നാൽ അറിഞ്ഞ ഒരാൾക്കാർ, അവരിൽ പുസ്തകമില്ല, അവർ പഠിക്കുകയില്ല, അവർ പുസ്തകം തുറക്കുകയില്ല, അവർക്ക് പുസ്തകമായിട്ട് ഒരു ബന്ധമില്ല. അവർ ജനിച്ചവനെ അവര് നക്ഷത്രമായിട്ട് കണ്ടു, പക്ഷെ അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് പോയി. ഈ സ്വന്തം ഇഷ്ടത്തിന് പോയാൽ നിന്നെ തിരിക്കുന്നത് പുസ്തകമാണ്. എടുക്കാൻ പറഞ്ഞു പുസ്തകം, അന്വേഷിക്കാൻ പറഞ്ഞു. രാജാവ് ആളെ വിളിച്ചു കൂട്ടി, എല്ലാവരും കൂടെ വന്ന് ഒരുമിച്ച് കൂടി, സമ്മേളനം കൂടി, പുസ്തകം തപ്പിയപ്പോ പറഞ്ഞു അവൻ ജനിക്കുന്നത് ബത്ലഹേമിലാണ്. നക്ഷത്രവും പുസ്തകവും കൂടെ ഒരുമിച്ച് ചേർത്ത് അവരെ എത്തിക്കേണ്ടടുത്തെത്തി. വചനവും ആത്മമണ്ഡലവും വചനവും ദർശനങ്ങളും നിങ്ങളെ എത്തിക്കേണ്ടടുത്തെത്തിക്കും, ചെയ്യിപ്പിക്കും. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഭാവി ദൈവം തുറന്നു വെച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ അസാധാരണമായി ഉപയോഗിക്കാൻ പോകുന്നു. കർത്താവ് അതിനായി നിങ്ങളെ ഒരുക്കട്ടെ. ഷലോം.